നമ്മൾ ഇന്ന് എയർപോർട്ട് എഞ്ചിനീയറിംഗ് ആണ് പഠിക്കുന്നത്. 4ാമത്തെ മൊഡ്യൂളിൽ നമുക്കറിയാം സിലബസ്. 4ാമത്തെ മൊഡ്യൂളിൽ ബ്രിഡ്ജ് ആൻഡ് കൾവേർട്ട്, ദെൻ ടണൽ എഞ്ചിനീയറിംഗ്, എയർപോർട്ട് എഞ്ചിനീയറിംഗ്, ഡോക്സ് ആൻഡ് ഹാർബർ. ഡോക്സ് ആൻഡ് ഹാർബർ ആണ് നമ്മൾ നോക്കിയത്. ബ്രിഡ്ജിന്റെ കുറച്ച് ക്ലാസിഫിക്കേഷൻ വരെ നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നു. ഇനി ടണൽ എഞ്ചിനീയറിംഗ്, എയർപോർട്ട് എഞ്ചിനീയറിംഗ് ആണ് ഉള്ളത്. അതിൽ എയർപോർട്ട് എഞ്ചിനീയറിംഗ് ആണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. എയർപോർട്ട് എഞ്ചിനീയറിംഗ്. അപ്പോൾ അതിന്റെ സിലബസ് നോക്കിയ ക്ലാസിഫിക്കേഷൻ ഓഫ് എയർപോർട്ട്. എയർപോർട്ട് എങ്ങനെയാണ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്? ലേഔട്ട് ഓഫ് ആൻ എയർപോർട്ട് ആൻഡ് ലൊക്കേഷൻ റിക്വയർമെന്റ്, എയർപോർട്ട് കോമ്പണൻസ്, റൺവേ, ഏപ്രൺ, ടാക്സിവേ, ടെർമിനൽ ബിൽഡിംഗ്, ഹാങ്ങേഴ്സ്, കാർഗോ, ഫ്യൂവൽ ഫെസിലിറ്റി, fueling facility, firefighting, parking and circulation area, runway alignment, pattern and the layout of runways, standard runway length, selection of site for airport. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ എയർപോർട്ടിൽ പഠിക്കാനുള്ളത്. ഇതിന്റെ ക്വസ്റ്റ്യൻസ് സാധാരണ ചോദിക്കുന്നത് സൈറ്റ് സെലക്ഷൻ, വാട്ട് ആർ ദ ഫാക്ടേഴ്സ് എന്നുള്ളത് ചോദിക്കും. പിന്നെ അതുപോലെ ലേഔട്ട്, പിന്നെ ചില ഏപ്രൺ, ഇതുപോലെയുള്ള റൺവേ, ഏപ്രൺ പോലുള്ള ചില ഇമ്പോർട്ടൻറ്റ് ടെക്നിക്കൽ ടേംസ് ഡിഫൈൻ ചെയ്യാൻ പറയും, ചിലപ്പോൾ ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പറയും. ദെൻ അഡ്വാൻറ്റേജസ് ഓഫ് എയർപോർട്ട് ഓവർ അതർ മോഡ്സ് ഓഫ് എയർപോർട്ട്. നമ്മൾ ഡിഫറെന്റ് മോഡ്സ് ഓഫ് എയർപോർട്ട് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലേ. ലാൻഡ് വേസ് പഠിച്ചു, എയർവേസ് ആണ് ഇപ്പോൾ പഠിക്കുന്നത്, ദെൻ വാട്ടർ വേസ് പഠിച്ചു കഴിഞ്ഞു അല്ലേ. അപ്പൊ ഇതിൽ ഈ ഡിഫറെന്റ് മോഡ്സുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ എയർപോർട്ടിനുള്ള അഡ്വാൻറ്റേജ് എന്താണ്, ഡിസ്അഡ്വാൻറ്റേജ് എന്താണ്, അല്ലെ ലിമിറ്റേഷൻ എന്താണ്, അതും ചോദിക്കാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. പിന്നെ അതിന്റെ ലേഔട്ട് ഓഫ് ആൻ എയർപോർട്ട് ഇമ്പോർട്ടന്റ് ആണ്. അതിന്റെ ലൊക്കേഷൻ റിക്വയർമെന്റ്, ലൊക്കേഷൻ അല്ലെ സൈറ്റ് സെലക്ട് ചെയ്യുമ്പോൾ എന്തൊക്കെ റിക്വയർമെന്റ്സ് ആണ് വേണ്ടത്. എയർപോർട്ട് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റത്തില്ല, കുറെ കാര്യങ്ങളുണ്ട്. വിമാനത്തിന് പറന്ന് പൊങ്ങാൻ ആവശ്യമായിട്ടുള്ള എല്ലാ ഫെസിലിറ്റീസും എല്ലാ ഫാക്ടേഴ്സും അതിന് ഉണ്ടെങ്കിൽ മാത്രമേ സൈറ്റ് സെലക്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ് പറയുന്നത്. അപ്പൊ ഇത്രയേ ഉള്ളൂ, കുറച്ച് പോർഷനേ ഉള്ളൂ. കുറച്ച് ടെക്നിക്കൽ ടേംസ് പ്ലസ് ലേഔട്ട് പ്ലസ് അതിന്റെ സൈറ്റ് സെലക്ഷൻ, ഇത്രയാണ് അതിൽ നിന്ന് ചോദിച്ച് കാണുന്നത്. ഡോക്സ് ആൻഡ് ഹാർബർ നമ്മൾ നോക്കിക്കഴിഞ്ഞതാണ്. അപ്പോൾ ഓവർ ടു എയർപോർട്ട് എഞ്ചിനീയറിംഗ്. അപ്പൊ അത് തന്നെ മൊഡ്യൂൾ ഇത് കാണിച്ചിരിക്കുവാണ്. ഓക്കെ, ക്ലാസിഫിക്കേഷൻ ഓഫ് എയർപോർട്ട് നേരത്തെ പറഞ്ഞത് ഇത് തന്നെ ഇവിടെ കൊടുത്തിരിക്കുകയാണ്. ടെക്നിക്കൽ ടേംസിലേക്ക് പോവാം. എയ്റോഡ്രോം കേൾക്കുന്നില്ലെങ്കിൽ ഉടനെ ചാറ്റ് ചെയ്യുക. ഓക്കെ, എയ്റോഡ്രോം. ഒരു മിനിറ്റ്. ഓക്കെ, എയ്റോഡ്രോം ആദ്യത്തെ ഡെഫിനേഷൻ ആണ്, ടെക്നിക്കൽ ടേം ആണ് എയ്റോഡ്രോം. എന്താണ് ഒരു എയ്റോഡ്രോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് എന്നുള്ളതാണ് പറയുന്നത്. എ ഡിഫൈൻഡ് ഏരിയ ഓഫ് ലാൻഡ് വിച്ച് ഈസ് ഇന്റൻഡഡ് ടു ബി യൂസ്ഡ് ഫോർ ദ അറൈവൽ, ഡിപ്പാർച്ചർ ആൻഡ് മൂവ്മെന്റ് ഓഫ് എയർക്രാഫ്റ്റ്. അപ്പൊ ഇതാണ് ഒരു എയ്റോഡ്രോം ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പൊ ഇതിനകത്ത് എന്തൊക്കെ കാണാൻ പറ്റുന്നുണ്ട്? നമുക്ക് റൺവേ കാണുന്നുണ്ട് അല്ലെ. റൺവേ എന്ന് പറയുന്നത് വിമാനം പറന്ന് പൊങ്ങാനും ഇറങ്ങാനും ഒക്കെ ഉപയോഗിക്കുന്നതാണ് റൺവേ എന്ന് പറയുന്നത്. ഒരു റിജിഡ് പ്ലാറ്റ്ഫോം ആണിത്. റിജിഡ് ആയിട്ടുള്ള ഒരു പെർമനന്റ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് റൺവേ. ഇനി റൺവേയിലേക്ക് വന്നു ചേരുന്ന വേറെ കുറച്ച് പാത്തുണ്ട്, അതിനെ ടാക്സിവേ എന്നാണ് പറയുന്നത്. അപ്പൊ ഇത്ര ഈ റൺവേയും അതിനോടനുബന്ധിച്ചിട്ടുള്ള ഈ പാത്തിനെ എയർ ഫീൽഡ് എന്നാണ് പറയുന്നത്, എയർ ഫീൽഡ്. പിന്നെ അതിനോടനുബന്ധിച്ചിട്ടുള്ള ചില അമ്യൂണിറ്റീസ്, ഫോർ എക്സാമ്പിൾ എയർക്രാഫ്റ്റിന് പാർക്ക് ചെയ്യാനുള്ള ഏപ്രൺ, ഈ പാർക്ക് ചെയ്തിരിക്കുന്ന സ്ഥലമാണ് ഏപ്രൺ എന്ന് പറയുന്നത്. പിന്നെ അതിനോട് ചേർന്ന് ടെർമിനൽ ബിൽഡിങ്സ്, എയർ ട്രാഫിക് കൺട്രോള്, അങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട്. ഇതെല്ലാം കൂടി ചേർന്നാണ് ഒരു എയ്റോഡ്രോം എന്ന് പറയും. അപ്പൊ എയ്റോഡ്രോം എന്ന് പറഞ്ഞാൽ എന്താണ്? എ ഡിഫൈൻഡ് ഏരിയ ഓഫ് ലാൻഡ് വിച്ച് ഈസ് ഇന്റൻഡഡ് ടു ബി യൂസ്ഡ് ഫോർ ദ അറൈവൽ, ഡിപ്പാർച്ചർ ആൻഡ് മൂവ്മെന്റ് ഓഫ് എയർക്രാഫ്റ്റ്. അറൈവൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വരാൻ ലാൻഡ് ചെയ്യാനുള്ളത്, ഡിപ്പാർച്ചർ എന്ന് പറഞ്ഞാൽ ടേക്ക് ഓഫ് ചെയ്യാനുള്ളത്, ആൻഡ് മൂവ്മെന്റ് ഓഫ് എയർക്രാഫ്റ്റ്, എയ്റോഡ്രോം. അടുത്ത എയർപോർട്ട്. It is an area of land which is to be regularly used for landing and take-off. ഇതാണ് രണ്ട് മൂവ്മെന്റ്സ് എന്ന് പറയുന്നത്, പ്ലെയിനിന്റെ മൂവ്മെന്റ്സ്. ഒന്ന് ലാൻഡിംഗ് എന്ന് പറഞ്ഞാൽ ഇറങ്ങാനും ടേക്ക് ഓഫ് പൊങ്ങാനും. ലാൻഡിംഗ് ആൻഡ് ടേക്ക് ഓഫ്
of aircraft. It is provided with all facilities required for shelter, repair of aircraft, and normal facilities for passengers and cargo. So it is provided with all facilities. It is provided with all facilities. എന്തൊക്കെയാണ്? For shelter, repair of aircraft ഉണ്ടായിരിക്കണം, normal facilities for passengers and cargo. അപ്പൊ ഈ വിമാനത്തിൽ ആരാണ് സഞ്ചരിക്കുന്നത്? പാസഞ്ചേഴ്സ് സഞ്ചരിക്കും അല്ലെ? പാസഞ്ചർ ഫ്ലൈറ്റ് ഉണ്ടാവും. അതുപോലെ കാർഗോ, വിമാനത്തില്, കപ്പലില്, തീവണ്ടിയിൽ കൊണ്ടുപോകുന്ന ഗുഡ്സിനെയാണ് കാർഗോ എന്ന് കോമൺ ആയിട്ട് പറയുന്നത്. അപ്പൊ ഒരു ഹ്യൂജ് ക്വാണ്ടിറ്റി ഓഫ് കാർഗോ എക്സ്പ്രസ്സില്, കാർഗോ എയർലൈൻസിൽ കൊണ്ടുപോകാറുണ്ട്. അപ്പോൾ അതിന് പാസഞ്ചേഴ്സിനും അതിനോടനുബന്ധിച്ചിട്ടുള്ള ഈ കാർഗോ ഫെസിലിറ്റീസിനും ഒക്കെ, പാസഞ്ചേഴ്സ് ആൻഡ് കാർഗോ മൂവ് ചെയ്യുന്നതിനുള്ള എല്ലാ ഫെസിലിറ്റീസും ഉണ്ടായിരിക്കേണ്ട ഒരു പെർമനന്റ് ആയിട്ടുള്ള ഒരു ഏരിയയാണ്, ലാൻഡ് ഏരിയയാണ് എയർപോർട്ട് എന്ന് പറയുന്നത്. ഇനി an airport is an aerodrome with extended facilities mostly for commercial air transport. അപ്പോൾ എയറോഡ്രോമും എയർപോർട്ടും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? Aerodrome എന്ന് പറഞ്ഞാൽ ഡിഫൈൻഡ് ഏരിയ വിച്ച് ഇസ് ഇന്റൻഡഡ് ടു ബി യൂസ്ഡ് ഫോർ ദ അറൈവൽ, ഡിപ്പാർച്ചർ ആൻഡ് മൂവ്മെന്റ് ഓഫ് എയർക്രാഫ്റ്റ് ആണ്. എയറോഡ്രോം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? അറൈവൽ, ഡിപ്പാർച്ചർ ആൻഡ് മൂവ്മെന്റ് ഓഫ് എയർക്രാഫ്റ്റ് ആണ്. അപ്പൊ ഈ എയറോഡ്രോം ഉൾപ്പെടുന്ന ആ ഒരു വലിയ ഒരു ഏരിയയാണ് എയർപോർട്ട് എന്ന് പറയുന്നത്. അപ്പോൾ എയർപോർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് ആൻ എയറോഡ്രോം തന്നെയാണ് വിത്ത് എക്സ്റ്റെൻഡഡ് ഫെസിലിറ്റീസ് ആണ്. എന്തിനു വേണ്ടിയിട്ടുള്ളതാണ്? ഫോർ ദ മൂവ്മെന്റ് ഓഫ് shelter, repair of aircraft and normal facilities for passengers and cargo. അപ്പൊ നമ്മളിത് നേരത്തെ ഡോക്സ് ആൻഡ് ഹാർബറിൽ പഠിച്ചതുപോലെ, ഡോക്സ് എന്ന് പറഞ്ഞ ഹാർബർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഡോക്സ് പ്ലസ് സറൗണ്ടിങ് ഏരിയയാണ് ഹാർബർ എന്ന് പറയുന്നത്. ഇനി പോർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഹാർബറും അതിനോടനുബന്ധിച്ച് ഇരിക്കുന്ന പ്രദേശമാണ് പോർട്ട് എന്ന് പറയുന്നത്. അതുപോലെ തന്നെയാണ് ഇത്. എയറോഡ്രോം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത്രയാണ് എയറോഡ്രോം. ഇത് ഉൾപ്പെട്ട് നിൽക്കുന്ന മൊത്തം ഏരിയയാണ് എയർപോർട്ട് എന്ന് പറയുന്നത് വിത്ത് എക്സ്റ്റെൻഡഡ് ഫെസിലിറ്റീസ്. അതാണ് വ്യത്യാസം, എയറോഡ്രോമും എയർപോർട്ടും തമ്മിലുള്ള വ്യത്യാസം. ഇതാണ് ഇവിടെ ഏപ്രൺ എന്ന് പറയും. ഇത് പാർക്ക് ചെയ്തിരിക്കുകയാണ്, വിമാനങ്ങൾ ഇവിടെ പാർക്ക് ചെയ്തിരിക്കുകയാണ്. ഇതിനാണ് ഏപ്രൺ എന്ന് പറയാം. എയർക്രാഫ്റ്റ്. ഇനി എയർക്രാഫ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? എയർക്രാഫ്റ്റ് മീൻസ് എന്താണ്? വായുവിൽ സഞ്ചരിക്കുന്ന എല്ലാ വെഹിക്കിൾസിനെയും പറയുന്ന കോമൺ പേരാണ് എയർക്രാഫ്റ്റ് എന്ന് പറയുന്നത്. അതിലൊന്നാണ് നമ്മുടെ എയ്റോപ്ലെയിൻ എന്ന് പറയുന്നത്. Aircraft is any machine which can derive support in the atmosphere from the reaction of the air and is intended for aerial navigation. It may be lighter or heavier than air. അപ്പോൾ എയറിനേക്കാൾ ലൈറ്റർ ആവാം, അല്ലെങ്കിൽ ഹെവിയർ ആവാം. അപ്പോൾ വായുവിന്റെ സഹായത്തോടു കൂടി എന്താണ് അവിടെ സഞ്ചരിക്കുന്ന കോമൺ ഒരു വെഹിക്കിളിനെയാണ് എയർക്രാഫ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ എയർക്രാഫ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയാണ് കൊടുത്തിരിക്കുന്നത്. ഉണ്ടോ? ഇതെല്ലാം എയർക്രാഫ്റ്റ് എന്നതിന്റെ പേര്. പക്ഷേ ഓരോ പർട്ടിക്കുലർ പേരുണ്ട്. കോമൺ ആയിട്ട് പറയുന്ന പേരാണ് എയർക്രാഫ്റ്റ്. അത് ഒന്നാണ് പാസഞ്ചർ എയർലൈൻ, കാർഗോ എയർക്രാഫ്റ്റ്, എയർഷിപ്പ്, ദെൻ പ്രൈവറ്റ് ജെറ്റ്, ഹെലികോപ്റ്റർ, യൂട്ടിലിറ്റി ഹെലികോപ്റ്റർ, ഗൈറോപ്ലെയിൻ, ഹോട്ട് എയർ ബലൂൺ അല്ല, ചൂട് എയർ നിറച്ചിട്ട് പോകുന്ന ബലൂണ്, സ്പേസ് റോക്കറ്റ്, ഇതിന് എയർക്രാഫ്റ്റ് എന്ന് തന്നെ പറയുന്നത്. സോ സീ പ്ലെയിൻ, മോണോപ്ലെയിൻ, ബൈപ്ലെയിൻ, ഇതെല്ലാം എയർക്രാഫ്റ്റിൽ പെടുന്നതാണ്. എയർക്രാഫ്റ്റിൽ കോമൺ ആയിട്ടുള്ള ഒരു പേരാണ്. An aircraft is a vehicle or machine that is able to fly by gaining support from the air. അപ്പോൾ അതിന്റെ ആ ഒരു ലിഫ്റ്റ് ഫോഴ്സ്, എയറിൽ നിന്ന് അതിന്റെ വെയിറ്റിനെ റെസിസ്റ്റ് ചെയ്ത്, ഇല്ല ഗ്രാവിറ്റിക്ക് അഗനിസ്റ്റ് ആയിട്ട് ഉയർന്നു പൊങ്ങാനുള്ള ഒരു ആ ടെക്നോളജിയാണത്. Fly by gaining support from the air. It counters the force of gravity by using either static lift force ആണ്, static lift അല്ലെങ്കിൽ dynamic lift of an airfoil. അപ്പോൾ സ്റ്റാറ്റിക് ഓർ ഡൈനാമിക് ലിഫ്റ്റ് ഫോഴ്സ് വെച്ചിട്ടാണ് അത് അതിന്റെ വെയിറ്റിന് എഗനിസ്റ്റ് ആയിട്ട്, അഥവാ ഫോഴ്സ് ഓഫ് ഗ്രാവിറ്റിക്ക് എഗനിസ്റ്റ് ആയിട്ട് ഉയർന്നു പോകുന്നത്. അപ്പൊ അങ്ങനെയുള്ള എല്ലാ വെഹിക്കിൾസിനെയും കോമൺ ആയിട്ട് പറയുന്ന പേരാണ് എയർക്രാഫ്റ്റ് എന്ന് പറയുന്നത്. In a few cases, the downward thrust from the engine. Common example of aircraft includes airplanes, helicopters, airship, gliders, paramotors, and hot air balloons, etc. അപ്പോൾ എയർക്രാഫ്റ്റ് എന്താണെന്നുള്ളത് നോക്കുക. അടുത്ത എയർഫീൽഡ്. എയർഫീൽഡ് എന്ന് പറയുന്നത് ഇത്രയാണ്. ഈ റൺവേയിൽ ഇത്രയും കാണിച്ചിരിക്കുന്നതാണ് എയർഫീൽഡ് എന്ന് പറയുന്നത്. അതായത് ഈ റൺവേയിൽ വിമാനത്തിന് ലാൻഡ് ചെയ്യാനും അതുപോലെ ഇവിടുന്ന് ഓടി ഉയർന്നു പൊങ്ങി ടേക്ക് ഓഫ് ചെയ്യാനും ഉള്ള ഇത്രയും ആ സ്പേസിനെയാണ് എയർഫീൽഡ് എന്ന് പറയുന്നത്.
An area of land which is used for landing and take-off aircraft. അതാണ് airfield. It may or may not be provided with the facilities for convenience of passengers and for shelter, repair and servicing of aircraft. അപ്പൊ എയർഫീൽഡ് മാത്രമായിട്ട് കാണപ്പെടുന്നുണ്ട്. അതല്ലാതെ എല്ലാ അമ്യൂണിറ്റീസോടും കൂടി, എല്ലാ സെറ്റപ്പോടും കൂടിയും ഉള്ള എയർഫീൽഡ് ഉണ്ട്. സാധാരണ നമ്മുടെ എയർപോർട്ടിലുള്ള ഇതെല്ലാം എല്ലാ ഫുൾ സെറ്റപ്പിലുള്ളതാണ് അല്ലെ. എല്ലാ അറേഞ്ച്മെന്റ്സും ഉണ്ട്. പാസഞ്ചേഴ്സിനും ഗുഡ്സിനും വേണ്ടിയിട്ടുള്ള, കാർഗോയ്ക്കും വേണ്ടിയിട്ടുള്ള എല്ലാ അറേഞ്ച്മെന്റ്സും അവിടെ ഉണ്ടാവും. പക്ഷെ ചില സ്ഥലത്ത്, ഫോർ എക്സാമ്പിൾ ഐലൻഡ് പോലുള്ള സ്ഥലത്ത്, ദ്വീപുകൾ പോലുള്ള സ്ഥലത്ത് ചിലപ്പോൾ എയർഫീൽഡ് മാത്രമായിരിക്കും കാണുക. അപ്പൊ അവിടെ വേറെ ടെർമിനൽ ബിൽഡിങ്സോ എയർക്രാഫ്റ്റിന് റിപ്പയർ ചെയ്യാനുള്ളതോ ഒന്നും ഉണ്ടാവത്തില്ല. ജസ്റ്റ് അവിടെ ഇത് ഇറങ്ങുക, പറന്ന് പൊങ്ങുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പൊ അങ്ങനെയുള്ള എയർഫീൽഡും കാണാറുണ്ട്. അതിനാണ് എയർഫീൽഡ് എന്ന്, അത് മാത്രമായിട്ട് പറയുന്നതാണ് എയർഫീൽഡ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് an area of land which is used for landing and take off aircraft. It may or may not be. അത് കാണാം, കാണാതിരിക്കാം. ചിലപ്പോൾ ഉണ്ടാവാം, ഇല്ലെങ്കിൽ ഉണ്ടാകാതിരിക്കാം. ചില സ്ഥലത്ത് സ്പേസ് ഒക്കെ കുറവാണെങ്കിൽ, ഐലൻഡ് പോലുള്ള സ്ഥലത്ത് കുറവാണെങ്കിൽ അത് ഒന്നും കാണത്തില്ല. അപ്പൊ ജസ്റ്റ് ലാൻഡിങ് ആൻഡ് ടേക്ക് ഓഫ് മാത്രമേ പറ്റത്തുള്ളൂ. ജസ്റ്റ് ഒരു അവിടുത്തെ ഒരു എന്താണ്, ഗ്രൗണ്ടിൽ ഒന്ന് ഇറങ്ങുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. Provided with the facilities for convenience of passengers and for shelter, repair and servicing of aircraft. A level area usually equipped with a hard surfaced runway on which airplanes take off and land. ലെവൽ ഏരിയ ഉണ്ടായിരിക്കണം. അതിലാണ് നമ്മൾ എയർഫീൽഡ് എന്ന് പറയുന്നത്. ഓക്കെ. ഇനി എയർപോർട്ട് കപ്പാസിറ്റി. എയർപോർട്ട് കപ്പാസിറ്റി എന്ന് പറയുന്നത്, നമ്മൾ ഒരു എയർപോർട്ടില് എത്ര ലാൻഡിങ് നടക്കുന്നു, എത്ര ടേക്ക് ഓഫ് നടക്കുന്നു, അതാണ് എയർപോർട്ട് കപ്പാസിറ്റി വിത്തിൻ 1 hour. അപ്പോൾ 1 hour ഒരു യൂണിറ്റ് വെച്ച് കഴിഞ്ഞാൽ 1 hour-ന് ആ പർട്ടിക്കുലർ എയർപോർട്ടിൽ എത്ര ലാൻഡിങ് വിമാനം ഇറങ്ങുന്നു, എത്ര വിമാനം പൊങ്ങുന്നു എന്നുള്ളതിനെ വെച്ചിട്ടാണ് നമ്മൾ എയർപോർട്ട് കപ്പാസിറ്റി എന്ന് പറയുന്നത്. It indicates the number of movements. It indicates the number of movements of aircrafts which an airport can handle safely within a unit of time, usually an hour. A landing or takeoff operation is taken as one movement. A landing or takeoff, ഇറങ്ങുന്നത് അല്ലെങ്കിൽ പൊങ്ങുന്നത്, ഒരു ഓപ്പറേഷൻ ആയിട്ട് is taken as one movement. Then runway, ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിൽ എന്തെങ്കിലുമൊക്കെ ചോദിക്കാറുണ്ട്. സാധാരണ ഒരു ക്വസ്റ്റ്യൻ ഇതിൽ നിന്ന് വരാറുള്ളതാണ്. A long and comparatively narrow strip which is paved for small aerodromes. According to the International Civil Aviation Organization, ICAO, ഇതെല്ലാം എയർപോർട്ടുമായിട്ട് ബന്ധപ്പെട്ട ടേംസ് ആണ്. അതിലെ ഓർഗനൈസേഷൻ ആണ്. A runway is defined as a rectangular area on a land aerodrome prepared for the landing and takeoff of aircraft. ഇതാണ് അതിന്റെ ഡെഫിനിഷൻ. റെക്ടാങ്കുലർ ഏരിയ ആണ് ഫോർ ലാൻഡിങ് ആൻഡ് ടേക്ക് ഓഫ്. ഇതാണ് നമ്മുടെ റൺവേ എന്ന് പറയുന്നത്. ഒരു റെക്ടാങ്കുലർ ഏരിയ ആണ്. അപ്പൊ ഇതിനകത്ത് അവിടെയാണ് വിമാനം ലാൻഡിങ് ആൻഡ് ടേക്ക് ഓഫ് നടത്തേണ്ടത്. അതിന്റെ മാർക്കിംഗ് ഒക്കെ ഉണ്ട്. അതിന്റെ ഒരു സെൻട്രൽ ലൈൻ മാർക്കിംഗ് ഉണ്ട്, അതിന്റെ എഡ്ജ് മാർക്കിംഗ് ഉണ്ട്, ഇതിനെല്ലാം ഓരോ മാർക്കിംഗ് ഉണ്ട്. അതനുസരിച്ചിട്ട് പൈലറ്റിന് അതറിയാം എങ്ങനെയാണ് അതിന്റെ മാർക്കിങ്ങിന്റെ മീനിങ് എന്താണ്, സൈൻ എന്താണെന്നൊക്കെ ഉള്ളത് അറിയാം. അതനുസരിച്ചിട്ടാണ് അത് പോകുന്നത്. സോ ഇത് റൺവേ ആണ്. റൺവേയിലേക്ക് വന്നു ചേരുന്ന വേറെ പാത്തിനെ ടാക്സി വേ എന്നാണ് പറയുക. റൺവേ ആൻഡ് ടാക്സി വേ. റൺവേ മേ ബി എ മാൻമെയ്ഡ് സർഫസ്, often asphalt, concrete or mixture of both. Asphaltum concreteum kuda ഉപയോഗിക്കാം. ടാർ അത് രണ്ടും കൂടെ മിക്സ് ചെയ്ത് നല്ല ഒരു പോളിഷ്ഡ് സർഫസ്. ഓർ എ നാച്ചുറൽ സർഫസും ആകാം. മാൻമെയ്ഡ് സർഫസും ആകാം, നാച്ചുറൽ സർഫസും ആകാം. റൺവേ എന്ന് പറയുന്നത് വലിയ ബോയിങ് പോലുള്ള നല്ല വെയിറ്റ് ഉള്ള എയർക്രാഫ്റ്റ് ഒക്കെ ഇറങ്ങണമെന്നുണ്ടെങ്കിൽ നല്ല റിജിഡ് ആയിട്ടുള്ള പെർമനന്റ് വേണം. അപ്പോൾ കോൺക്രീറ്റ് പോലുള്ള റൺവേ ആണ് കൊടുക്കാറ്. The natural surface ഉണ്ട്, നാച്ചുറൽ ഗ്രാസ് ഉണ്ട്, ഡേർട്ട്, ഗ്രാവൽ, ഐസ്, സാൻഡ്, സോൾട്ട്, ഇത് ഉപയോഗിക്കാം. നാച്ചുറൽ സർഫസിലും പ്ലെയിൻ അത്യാവശ്യത്തിൽ ഇറങ്ങാറുണ്ട്. ഗ്രാസ്, ഡേർട്ട്, ഗ്രാവൽ, ഐസ്, സാൻഡ്, സോൾട്ട്. റൺവേസ് ആസ് വെൽ ആസ് ടാക്സിവേസ് ആൻഡ് റാംസ്. റൺവേസ് ഉണ്ട്, ടാക്സിവേസ് ഉണ്ട്. റൺവേയിലേക്ക് വന്നു ചേരുന്ന വേ ആണ് ടാക്സിവേ ആൻഡ് റാമ്പ്.
വിമാനത്തിലേക്ക് കയറുന്നത്, ആർ സംടൈംസ് റെഫേർഡ് ടു ആസ് ടാർമാർക്ക്. So very few runways are built using tarmac. ടാറും എന്താണ് കോൺക്രീറ്റും കൂടെ മിക്സ് ചെയ്തിട്ടുള്ളത്. റൺവേസ് മെയ്ഡ് അപ്പ് ഓഫ് വാട്ടർ ഫോർസ് സീ പ്ലെയിൻ ആർ ജനറലി റെഫേർഡ് ടു ആസ് വാട്ടർവേസ്. അപ്പോൾ സീ പ്ലെയിൻ ഇറങ്ങാനായിട്ട് അവിടെ ഇത് കടലിലാണ് കൊടുക്കുന്നത് അല്ലെ, പ്ലാറ്റ്ഫോം കൊടുക്കുന്നത്. റൺവേ ലെങ്ത് ആർ നൗ കോമൺലി ഗിവൺ ഇൻ മീറ്റേഴ്സ്. സാധാരണ മീറ്റേഴ്സിലാണ് പറയുക വേൾഡ് വൈഡ്, എക്സെപ്റ്റ് ഇൻ നോർത്ത് അമേരിക്ക വേർ ഫീറ്റ് ആർ കോമൺലി യൂസ്ഡ്. റൺവേയിൽ ഇത്ര മീറ്റർ എന്നാണ് പറയുന്നത്. നമ്മുടെ എയർപോർട്ടിന്റെ ക്ലാസിഫിക്കേഷൻ വരുമ്പോൾ മേജർ ആയിട്ട് പറയുന്നത് ഇന്റർനാഷണൽ എയർപോർട്ട്, ഡൊമസ്റ്റിക് എയർപോർട്ട് എന്നാണ് പറയുന്നത്. അപ്പൊ ഇന്റർനാഷണൽ എയർപോർട്ടിൽ റൺവേക്ക് ഒത്തിരി നീളം കൂടുതലാണ്. ഒരു 5000 മീറ്റേഴ്സ് ഒക്കെ ആവശ്യം വരും ഇന്റർനാഷണൽ ലെവലിൽ ഉള്ള സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്യാനായിട്ട്. ഡൊമസ്റ്റിക്കിൽ അത്രയും വേണമെന്നില്ല. അപ്പൊ വലിയ പ്ലെയിനിലൊക്കെ ഇറങ്ങണമെന്നുണ്ടെങ്കിൽ അത്രയും റൺവേയും അതിന്റെ ആ കപ്പാസിറ്റി ഉണ്ടായിരിക്കണം. സോ എക്സ്പ്രസ്ഡ് ഇൻ മീറ്റേഴ്സ്. ഈ റൺവേ കോൺഫിഗറേഷൻ എന്ന് പറയുമ്പോൾ നമ്മുടെ റൺവേ എങ്ങനെയാണ് അതിന്റെ ഏരിയ അനുസരിച്ചിട്ടില്ല, അവിടെ വരുന്ന ട്രാഫിക്കിന്റെ വോളിയം അനുസരിച്ചിട്ട്, ഇല്ല അവിടെ ഇറങ്ങുന്ന എയർക്രാഫ്റ്റിന്റെ വെയിറ്റ് സൈസ് ഒക്കെ അനുസരിച്ചിട്ട് റൺവേ കോൺഫിഗർ ചെയ്യാറുണ്ട്, ഡിസൈൻ ചെയ്യാറുണ്ട്. അപ്പോൾ സിംഗിൾ റൺവേ ആണെങ്കിൽ ഇങ്ങനെ, പാരലൽ റൺവേസ് ആണെങ്കിൽ ഇങ്ങനെ കൊടുക്കും. അതുപോലെ ഇവിടുന്ന് ഇങ്ങനെയും കൊടുക്കാറുണ്ട്. ദെൻ ലാൻഡിങ്ങിന് ഒരെണ്ണം ടേക്ക് ഓഫിന് കൊടുക്കാറുണ്ട്, ഇങ്ങനെ ക്രോസ് ആയിട്ട് കൊടുക്കാറുണ്ട്, രണ്ടും ഒരേ ഓപ്പോസിറ്റ് സൈഡിൽ നിന്ന് കൊടുക്കാറുണ്ട്, ഇവിടുന്ന് കൊടുക്കാറുണ്ട്. ഈ എൻ്റെ ടേക്ക് ഓഫ് ലാൻഡിങ് ഇന്റർസെക്ട് ചെയ്ത് കൊടുക്കാറുണ്ട്, ഇങ്ങനെ ക്രോസ് ആയിട്ട് ലാൻഡിങ് ടേക്ക് ഓഫ്. L ഫോർ ലാൻഡിങ്, TO ഫോർ ടേക്ക് ഓഫ്. സാധാരണ കോൺഫിഗറേഷൻ റൺവേയുടെ കോൺഫിഗറേഷൻ ഇങ്ങനെയാണ്. ഇത് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിങ്ങനെ ജസ്റ്റ് റെക്ടാങ്കുലർ ഷേപ്പിലാണല്ലോ റൺവേ ഇരിക്കുന്നത്. അപ്പൊ ആ റൺവേയുടെ ഷേപ്പ് വെച്ചിട്ട് അതിന്റെ കോൺഫിഗറേഷൻ കൊടുക്കുക. ഇത് ഓർത്തിരിക്കുക, സിംഗിൾ, പാരലൽ, ഇന്റർസെക്റ്റിംഗ് രീതിയിലുള്ളത് റൺവേസ്. ഇനി ടാക്സിവേ, അത് ഇമ്പോർട്ടന്റ് ആണ്. റൺവേ കഴിഞ്ഞാൽ അടുത്ത ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടെക്നിക്കൽ ടേംസ് ആണ് ടാക്സിവേ എന്ന് പറയുന്നത്. 37 പേരെ ആയിട്ടുള്ള, 46 പേര്. ബാക്കിയുള്ളവർ എന്താണ് 64 63 പേരുള്ള, ഇല്ല 46 പേര് വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാക്കിയുള്ളവർ എന്താണ്, എവിടെ പോയി? അവരറിയുന്നില്ലേ, അതോ അവർക്ക് താല്പര്യമില്ലേ? അവരെങ്ങനെയാ പഠിക്കാൻ ഉദ്ദേശിക്കുന്നത്? ക്ലാസ് റെപ്പ് ഉണ്ടോ അവിടെ? ക്ലാസ് റെപ്പ് ബാക്കിയുള്ളവർ എന്തേ? എല്ലാരും അറിഞ്ഞിട്ടുണ്ട് ടീച്ചർ, കേറാത്തത് എന്താണെന്ന് അറിയത്തില്ല. ഇങ്ങനെ കറങ്ങി നടന്നോ കേറാത്തത്? ഇത് ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി ആണ്. ക്വസ്റ്റ്യൻ ഒക്കെ സിമ്പിൾ ആയിട്ട് ചോദിക്കുന്ന ഇത് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ എന്ത് ചെയ്യാന്? ഓക്കെ, റൺവേ. അത് കഴിഞ്ഞിട്ട് ടാക്സിവേ ആണ്. എ ഡിഫൈൻഡ് പാത്ത് ഓൺ ലാൻഡ്. ഡിഫൈൻഡ് പാത്താണ്, ഇതെല്ലാം ടെക്നിക്കൽ ടേംസ് ആണ്. ഡിഫൈൻഡ് പാത്ത് ഓൺ ലാൻഡ് എയറോഡ്രോം over which an aeroplane may taxi. Taxi എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൂവ് ആണ്. മൂവ് ടു റൺവേ. മൂവ് ടു ഫൈൻഡ് ഫ്രം റൺവേ ആൻഡ് ലാൻഡിംഗ് ഏപ്രൺ. റൺവേയിലേക്കും ലാൻഡിംഗ് ഏപ്രണിലേക്കും വരുന്ന ആ പാത്തിനെയാണ് ടാക്സിവേ എന്ന് പറയുന്നത്. എ ടാക്സിവേ ഇസ് എ പാത്ത് ഫോർ എയർക്രാഫ്റ്റ് അറ്റ് ആൻ എയർപോർട്ട് കണക്ടിങ്, അതാണ് ഇമ്പോർട്ടന്റ്, കണക്ടിങ് റൺവേസ് വിത്ത് ഏപ്രൺ. കണക്ടിങ് റൺവേസ് വിത്ത് ഏപ്രൺ. കണക്ടിങ് റൺവേസ് വിത്ത് ഏപ്രൺ. ഓക്കെ, ഇതാണ് കണക്ടിങ് റൺവേസ് വിത്ത് ഏപ്രൺ, അതാണ് ഇമ്പോർട്ടന്റ് ടേം. അപ്പൊ റൺവേയും ഏപ്രണുമായിട്ട് കണക്ട് ചെയ്യാനുള്ള ഒരു പാത്താണ്, ഡിഫൈൻഡ് പാത്താണ് ടാക്സിവേ എന്ന് പറയുന്നത്. ഏപ്രൺ മാത്രമല്ല, ഹാങ്ങർ ഉണ്ട്. ഹാങ്ങർ എല്ലാ ഇമ്പോർട്ടന്റ് പൊസിഷനുമായിട്ട്, എല്ലാ ഇമ്പോർട്ടന്റ് ഫീൽഡുമായിട്ട് കണക്ട് ചെയ്യാനുള്ള ഒരു പാത്താണ്. കണക്ടിങ് റൺവേസ് വിത്ത് ഏപ്രൺസ്, ഹാങ്ങേഴ്സ്, ടെർമിനൽസ് ആൻഡ് അതർ ഫെസിലിറ്റീസ്. അപ്പൊ ടെർമിനൽ ബിൽഡിങ്ങുമായിട്ട്, ഹാങ്ങർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എയർക്രാഫ്റ്റ്, നമ്മളെ പ്ലെയിൻ ഒക്കെ റിപ്പയർ ചെയ്യാനുള്ള സൗകര്യമാണ്, ഇതാണ് പ്ലേസ് ആണ് ഹാങ്ങർ എന്ന് പറയുന്നത്. അപ്പൊ അതൊരു ക്ലോസ്ഡ് ആയിട്ടുള്ള ഒരു റൂഫൊക്കെ ഉണ്ടാവും. റൂഫിനടിയിൽ വെച്ചിട്ട് എയർപ്ലെയിന് റിപ്പയർ ആൻഡ് മെയിൻ്റനൻസ് ചെയ്യുന്ന സ്ഥലമാണ് ഹാങ്ങർ. ടെർമിനൽ എന്ന് പറയുന്നത് ടെർമിനൽ സ്റ്റേഷൻ ആണ്, വിത്ത് അതിന്റെ പാസഞ്ചേഴ്സ് അമ്യൂണിറ്റീസ് ഉണ്ടാവും അവിടെ, അതർ ഫെസിലിറ്റീസ്. അപ്പൊ ഇതെല്ലാമായിട്ട് കണക്ട് ചെയ്യാനുള്ള
ഒരു ഡിഫൈൻഡ് പാത്ത് ഓൺ ലാൻഡ് ആണ് ടാക്സി വേ എന്ന് പറയുന്നത്. കണക്ടിങ് ടു, ഇത് ഇമ്പോർട്ടന്റ് ആണ്, ഇറ്റ്സ് കണക്ടിങ് റൺവേസ് വിത്ത് ഏപ്രൺ. ഏപ്രൺ എന്ന് പറയുന്നത് വിമാനം പാർക്ക് ചെയ്യുന്ന സ്ഥലമാണ്. ഒത്തിരി വിമാനത്തിന്റെ പാർക്കിംഗ്, എയറോപ്ലെയിന് പാർക്ക് ചെയ്യുന്ന സ്ഥലമാണ് ഏപ്രൺ. ഹാങ്ങർ, റിപ്പയറിംഗ് സ്ഥലം, ടെർമിനൽ സ്റ്റേഷൻ, ടെർമിനൽ ആൻഡ് അതർ ഫെസിലിറ്റീസ്, ഇതെല്ലാമായിട്ട് കണക്ട് ചെയ്യുന്നതാണ് ടാക്സി വേ. They mostly have a hard surface such as asphalt or concrete. Although smaller general aviation airports sometimes use gravel or grass. അപ്പോൾ മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ സാധാരണ പ്ലെയിൻ മൂവ് ചെയ്യാനുള്ളതല്ല, അപ്പോൾ ഒരു ടാർ ഇട്ട നല്ല റിജിഡ് ആയിട്ടുള്ള പെർമനന്റ് തന്നെയാണ് ആസ്ഫാൾട്ട് ഓർ കോൺക്രീറ്റ് വെച്ചിട്ടുള്ളത് ടാക്സി വേ. അപ്പൊ ഇതാണ് കാണിച്ചിരിക്കുന്നത്. ഇതാണ് മെയിൻ റൺവേ. ഈ റൺവേയിലേക്ക് കണക്ട് ചെയ്യുന്നതാണ് ഇതാ, ഈ പാത്താണ് ടാക്സി വേ എന്ന് പറയുന്നത്. റൺവേയുടെ അത്ര സൈസ് ഇല്ലെങ്കിൽ അതുപോലെ തന്നെ എല്ലാ ഉള്ള സ്ട്രക്ചറൽ ഫീച്ചേഴ്സും ഉണ്ട് ഇത് ടാക്സി വേ. അടുത്തത് ഏപ്രൺ. ഏപ്രൺ, ഇതാണ് ഏപ്രൺ എന്ന് പറയുന്നത്. വിമാനം ഇങ്ങനെ പാർക്ക് ചെയ്തിരിക്കുന്ന സ്ഥലമാണ് ഏപ്രൺ. A defined area which is used to accommodate aircraft. അതാണ് used to accommodate aircraft for loading and unloading of passengers and cargo, parking, refueling, etc. Have a loading and unloading of passengers, then cargo, passengers and cargo, parking and refueling, etc. അതിന് ഉപയോഗിക്കുന്നതാണ് ഏപ്രൺ എന്ന് പറയുന്നത്. അക്കോമഡേറ്റിംഗ് എയർക്രാഫ്റ്റ് ഫോർ ലോഡിംഗ് ആൻഡ് അൺലോഡിംഗ് ഓഫ് പാസഞ്ചേഴ്സ് ആൻഡ് കാർഗോ, പാർക്കിംഗ്, റീഫ്യൂലിംഗ്, എക്സെട്ര. ഇറ്റ് ഈസ് യൂഷ്വലി പേവ്ഡ് ആൻഡ് പ്ലാൻഡ് അഡ്ജസന്റ് ടു ടെർമിനൽ സ്റ്റേഷൻ. ടെർമിനൽ സ്റ്റേഷനുമായിട്ട് അടുത്ത് ആയിരിക്കും ഇതിന്റെ പൊസിഷൻ എന്ന് പറയുന്നത്. അതാണ് അതിന്റെ സൗകര്യം. ഇതാണ് ടെർമിനൽ സ്റ്റേഷൻ. അപ്പൊ ഇവിടെ എല്ലാ ഫെസിലിറ്റീസും ഉണ്ട്. ഇതിന് ഉള്ള ആവശ്യമുള്ള പാസഞ്ചേഴ്സിന്റെ കാർഗോ ലോഡിംഗ് ആൻഡ് അൺലോഡിംഗ് ചെയ്യാൻ പറ്റും. അതുപോലെ ദെൻ ഫ്യൂലിംഗ്, എക്സെട്ര. ഇനി അപ്രോച്ച് ഏരിയ. These are wide clearance area of ground located beyond both the ends of runway. അപ്പോൾ റൺവേയുടെ രണ്ടറ്റത്തുമായിട്ട് സ്ഥിതി ചെയ്യുന്ന ഒരു വൈഡ് ക്ലിയറൻസ് ഏരിയയാണ് അപ്രോച്ച് ഏരിയ എന്ന് പറയുന്നത്. ഇത് ഒരു ഇങ്ങനെ തന്നെയാണ് കാണുന്നത്, ട്രപ്പിസോയിഡൽ ഷേപ്പാണ് കാണുന്നത്. The fall under the approach is the flight path of an aircraft. അപ്പൊ ഇവിടെ വരെയാണ് അതിന്റെ ഇതുള്ളത്. They are trapezoidal in shape and are centrally placed about the extended center line of runway. These areas should be kept clean of obstruction. അപ്പൊ ഇത് അത്യാവശ്യത്തിന് പ്ലെയിന് റൺവേയിൽ നിന്ന് മാറി കിടക്കണമെന്നുണ്ടെങ്കിൽ ഉപയോഗിക്കുന്ന പ്ലേസ് ആണിത്. റൺവേയുടെ രണ്ട് സൈഡിലുമായിട്ട് കൊടുക്കുന്ന അപ്രോച്ച് ഏരിയ ആണിത്. ഇങ്ങനെയായിരിക്കും അതിന്റെ ഷേപ്പ് വരുന്നത്. W1, W2 ട്രപ്പിസോയിഡൽ ഷേപ്പാണ്. 60 meters away from the runway ആണ്. റൺവേ ക്ലിയർ സോൺ ആണ് അപ്രോച്ച് ഏരിയ. ദെൻ ഹോൾഡിംഗ് ഏപ്രൺ. ഹോൾഡിംഗ് ഏപ്രണില് ഈ ഫിഗർ തെറ്റാണ്. ഈ ഏപ്രണിന്റെ ഫോട്ടോയാണ്. ഹോൾഡിംഗ് ഏപ്രണും ഏപ്രണും തമ്മിൽ വ്യത്യാസമുണ്ട്. ഈ ഫിഗർ തെറ്റാണ് കൊടുത്തിരിക്കുന്നത്, മിസ്റ്റേക്ക് വന്നതാണ്. ഇത് ഏപ്രണിന്റെ ഫിഗറാണ്, ഇത് തെറ്റാണ്, എന്താണ് റോങ് ഫിഗർ ആണ്. ഓക്കെ, ഹോൾഡിംഗ് ഏപ്രൺ എന്താന്ന് പറയാം. ഹോൾഡിംഗ് ഏപ്രൺ എന്ന് പറഞ്ഞാൽ the portion placed adjacent to the ends of runway to allow check of aircraft instruments and engine operation prior to takeoff and to enable the aircraft to wait for takeoff clearance. The portion placed adjacent to the ends of runways to allow check of aircraft instruments and engine operation prior to takeoff and to enable the aircraft to wait for takeoff clearance. അപ്പൊ റൺവേയുടെ അടുത്തായിട്ട്, അഡ്ജസന്റ് ടു ദ റൺവേ ആണ്, റൺവേയുടെ അടുത്തായിട്ട് കൊടുക്കുന്ന ഒരു ചെറിയൊരു ലാൻഡ് പോർഷൻ ആണ് ഹോൾഡിംഗ് ഏപ്രൺ എന്ന് പറയുന്നത്. അത് എന്തിനു വേണ്ടിയിട്ടാണ് കൊടുക്കുന്നത്? ടേക്ക് ഓഫിന് മുമ്പായിട്ട്, അത് പറന്നു പോകുന്നതിന് മുൻപായിട്ട് അതൊന്ന് ചെക്ക് ചെയ്യാനായിട്ട്, ഫൈനൽ ചെക്കപ്പ്, ഫൈനലായിട്ട് ഒന്ന് ചെക്ക് ചെയ്യാനും അതിന്റെ എൻജിൻ ഓപ്പറേഷനൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് ക്ലിയർ ചെയ്ത് വിടാനുള്ള ഒരു ഏരിയ ആണ് ഹോൾഡിംഗ് ഏപ്രൺ എന്ന് പറയുന്നത്. ഈ ഹോൾഡിംഗ് ഏപ്രൺ കഴിഞ്ഞിട്ടാണ് നേരെ റൺവേയിലൂടെ പറന്നങ്ങ് പോകുന്നത്. അപ്പോൾ അത് ഫൈനൽ ഒരു ചെക്കപ്പിന് വേണ്ടിയിട്ട് കൊടുത്തിരിക്കുന്ന സ്ഥലം. അപ്പൊ ഈ രണ്ടും തമ്മിൽ മാറിപ്പോകരുത്, വ്യത്യാസമുണ്ട്. എന്താണ് ഏപ്രൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഇത് എന്താണ്? യൂസ് ടു അക്കോമഡേറ്റ് എയർക്രാഫ്റ്റ് ആണ്. എന്തിനു വേണ്ടിയിട്ട്? ലോഡിങ്, അൺലോഡ്, പാസഞ്ചേഴ്സ് ആൻഡ് കാർഗോ, റീഫ്യൂലിംഗ്, എക്സെട്ര. അതേസമയം ഹോൾഡിംഗ് ഏപ്രൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്?
ഇവിടെ ഇത് റൺവേയുടെ അടുത്ത് വിമാനം വന്ന് ടേക്ക് ഓഫിന് മുമ്പായിട്ട് അവിടെ കിടക്കുകയാണ്, ക്ലിയറൻസിന് വേണ്ടിയിട്ട് കിടക്കുകയാണ്. എല്ലാം റെഡി ആയിട്ട് വന്നിട്ടുണ്ട്, യാത്രക്കാരടക്കം റെഡി ആയിട്ട് ഇരിക്കുകയാണ്, ഇനി പറന്നു പൊങ്ങിയാൽ മതി. അപ്പൊ അതിനു മുമ്പുള്ള ഒരു അവസാന ചെക്കപ്പിന് വേണ്ടിയിട്ട് റൺവേ കയറുന്നതിന് മുമ്പ് റൺവേയുടെ സൈഡിലായിട്ട് അവിടെ വെയിറ്റ് ചെയ്യാണ്. അതാണ് ഹോൾഡിംഗ് ഏപ്രൺ എന്ന് പറഞ്ഞത്. ഹോൾഡ് ചെയ്ത് വെച്ചിരിക്കുകയാണ് അവിടെ. അത് അവസാനത്തെ ആ ഒരു ക്ലിയറൻസ് കിട്ടിയാലേ റൺവേയിലൂടെ ടേക്ക് ഓഫ് ചെയ്യാൻ പറ്റത്തുള്ളൂ. സോ അവിടെ ഹോൾഡ് ചെയ്യുന്നതാണ്. ഇത് റൺവേയുടെ അടുത്താണ്. മറ്റേതാണെങ്കിൽ എന്താണ്, ടെർമിനലിന്റെ അടുത്താണ്, വലിയ ലാർജ് ഏരിയയാണ്. അവിടെ വിമാനം ഏപ്രൺ എന്ന് പറഞ്ഞ എന്താണ്, അവിടെ അത് അക്കോമഡേറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്, അവിടെ പാർക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പൊ ഏപ്രണും ഹോൾഡിംഗ് ഏപ്രണും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കുക. ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ ഏപ്രൺ ആൻഡ് ഹോൾഡിംഗ് ഏപ്രൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് മനസ്സിലാക്കി. ഈ ഫിഗർ തെറ്റാണ്, മറ്റേ ഏപ്രണിന്റെ ഫിഗറാണ് എടുത്ത് വെച്ചിരിക്കുന്നത്. അത് ഈ ഫിഗർ ഇത് തെറ്റാണ്. മനസ്സിലായല്ലോ? അപ്പൊ the portion placed adjacent to the ends of runways to allow check of aircraft instrument and engine operation prior to takeoff, takeoffinu thottu mumba, and to enable the aircraft to wait for takeoff clearance. അപ്പൊ ഈ ക്ലിയറൻസ് കിട്ടിക്കഴിഞ്ഞാൽ മാത്രമേ ഹോൾഡിംഗ് അവിടെ നിന്ന് എല്ലാം പാസഞ്ചേഴ്സിനെ എല്ലാം കയറ്റി ഏപ്രിലിൽ നിന്ന് കയറ്റിയതിന് ശേഷം നേരെ ഇങ്ങോട്ട് പതുക്കെ വരികയാണ്. വരുന്നതിന് ശേഷം എല്ലാ സെറ്റപ്പും എല്ലാം ഓക്കെ അല്ലേ എന്നുള്ളത് ഒന്നുകൂടി ഒന്ന് അവസാനത്തെ ഒരു ചെക്കപ്പ് നടത്തിയതിന് ശേഷം പിന്നെ പോവാണ്. അതാണ് ഹോൾഡിംഗ് ഏപ്രിലിലെ ഇമ്പോർട്ടൻസ്. അടുത്ത ഹാങ്ങർ. എ ഹാങ്ങർ ഈസ് എ ക്ലോസ്ഡ് ബിൽഡിംഗ് സ്ട്രക്ചർ. A hangar is a closed building structure to hold aircraft or spacecraft. Hangars are built of metal, wood, or concrete. Hangars are used for protection from the weather, direct sunlight, and for maintenance, repairs, manufacture, assembly, and storage of aircraft. അപ്പൊ ഇതാണ് നമ്മുടെ എന്താണ് പറയുക, ഹാങ്ങർ എന്ന് പറയുന്നത്. ഉണ്ടോ ഹാങ്ങർ? അപ്പൊ ഇതൊരു ക്ലോസ്ഡ് എൻറ്റിറ്റി ആണ് അല്ലെ, ഒരു റൂഫ് ഒക്കെ ഉണ്ടാവും. അപ്പൊ ഇതിനകത്ത് എയർക്രാഫ്റ്റ് കയറ്റിയതിന് ശേഷം എന്തെങ്കിലുമൊക്കെ മെയിൻ്റനൻസ്, റിപ്പയർസ് ആവശ്യമുണ്ടോ, അതല്ല എന്നുണ്ടെങ്കിൽ വിമാനത്തിന്റെ എന്തെങ്കിലും പാർട്സ് അസംബിൾ ചെയ്യാനുണ്ടോ, എല്ലാ വർക്കുകളും വിമാനത്തിനുള്ള എല്ലാ വർക്കുകളും ചെയ്യുന്നത് ഹാങ്ങറിൽ വെച്ചാണ്. അപ്പൊ ഹാങ്ങറിൽ അതുമായിട്ട് ബന്ധപ്പെട്ട വർക്ക്ഷോപ്പ് മറ്റു കാര്യങ്ങൾ എല്ലാവരും ഉണ്ടായിരിക്കും. അപ്പൊ ഒരു ക്ലോസ്ഡ് എൻറ്റിറ്റി ആണ്. സാധാരണ ഒരു ട്രസ് ആണ് കൊടുക്കുന്നത്. ഓപ്പൺ ഏരിയ ആണല്ലോ, ലാർജ് ഓപ്പൺ ഏരിയ വേണ്ടത്. അപ്പൊ ഒരു ട്രസ് ആയിരിക്കും റൂഫായിട്ട് കൊടുക്കുക. അപ്പൊ ട്രസ് ആകുമ്പോഴേക്കും നമുക്ക് ഇഷ്ടംപോലെ ഓപ്പൺ ഏരിയ കിട്ടും അല്ലെ. അപ്പൊ ഹാങ്ങർ എന്ന് പറഞ്ഞാൽ ഹാങ്ങർ ഇമ്പോർട്ടന്റ് ആണ്. ഹാങ്ങർ ഈസ് ഇമ്പോർട്ടന്റ് ഈക്വൽ ടു റൺവേ. അതിന്റെ ഇമ്പോർട്ടൻസ് ഉണ്ട്. എ ഹാങ്ങർ ഈസ് എ ക്ലോസ്ഡ് ബിൽഡിംഗ് സ്ട്രക്ചർ ടു ഹോൾഡ്. ക്ലോസ്ഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫുള്ളി ക്ലോസ്ഡ് അല്ല, ഇത്രയും അല്ലെ, അതിന്റെ വിമാനത്തിന് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ പറ്റണമല്ലോ. Closed building structure to hold aircraft or spacecraft. Hangars are built of metal, wood, or concrete. ഇതിൽ ഏതെങ്കിലും കൊണ്ട് ചെയ്യാൻ പറ്റും. സാധാരണ സ്റ്റീൽ ആണ് കൊടുക്കുക. Hangars are used for protection from the weather. വെതറിൽ നിന്ന് പ്രൊട്ടക്ഷൻ കൊടുക്കും. Then direct sunlight, and for maintenance, repair, manufacture, assembly, and storage of aircraft. അവിടെ സ്റ്റോർ ചെയ്യാനും പറ്റും. അപ്പോൾ അതിന്റെ ഒരു പ്രൊട്ടക്ഷൻ ആണ്. എയർക്രാഫ്റ്റിന്റെ ഒരു കാർ ഷെഡ് പോലെ ഒരു എയർക്രാഫ്റ്റിന് കൊടുത്തിരിക്കുന്ന ഒരു ഷെഡ് മാതിരിയുള്ള ആളാണ് ഹാങ്ങർ എന്ന് പറയുന്നത്. അപ്പൊ അത് മനസ്സിലാക്കിയിരിക്കുക. ദെൻ ടെർമിനൽ ബിൽഡിംഗ്. ടെർമിനൽ ബിൽഡിംഗ് ഇസ് എ പ്ലേസ് വെയർ എയർക്രാഫ്റ്റ് അഡ്മിനിസ്ട്രേഷൻ ഫെസിലിറ്റീസ്, എയർപോർട്ടിന്റെ അഡ്മിനിസ്ട്രേഷൻ ഫെസിലിറ്റീസ്, എല്ലാ കാര്യങ്ങളും എയർപോർട്ടിന്റെ വിമാനം എപ്പോൾ ഉയരണം, എപ്പോൾ ലാൻഡ് ചെയ്യണം, അത് എത്ര മണിക്കാണ് അത് ചെയ്യേണ്ടത്, എല്ലാ കാര്യങ്ങളും, എങ്ങനെയാണ് എയർ ട്രാഫിക് കൺട്രോൾ പ്രവർത്തിക്കേണ്ടത്, അവിടുത്തെ സ്റ്റാഫ് എങ്ങനെയാണ്, ഫുൾ അഡ്മിനിസ്ട്രേഷൻ കാര്യങ്ങൾ, പാർക്കിംഗ് തൊട്ട് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് ടെർമിനൽ ബിൽഡിങ്ങിലാണ്. അതിൽ അഡ്മിനിസ്ട്രേഷൻ ഫെസിലിറ്റീസ് ആണ് ഒരുക്കിയിരിക്കുന്നത്. Administration facilities take place in this building pre-journey and post-journey checkings of passengers. ചെക്കിങ്സ് ആണ് ഇവിടെ നടക്കുന്നത്. നമ്മൾ വിമാനത്തിൽ കയറുന്നതിന് മുമ്പ് കുറേ ഫോർമാലിറ്റീസ് ഉണ്ട് അല്ലെ. അപ്പൊ നമ്മൾ സാധാരണ ബസ്സിലും ട്രെയിനിലും ഓടി വരുന്നത് പോലെ പെട്ടെന്ന് അങ്ങ് കയറാൻ പറ്റത്തില്ല. വിമാനത്തിൽ കയറണമെന്നുണ്ടെങ്കിൽ ഒരു മണിക്കൂർ 2 മണിക്കൂറൊക്കെ മുമ്പ് എത്തണമെന്ന് പറയും അവര് എയർപോർട്ടിൽ. എന്തിനു വേണ്ടിയിട്ടാണ്? ചെക്കിങ് ഉണ്ട്. ചെക്കിങ് എന്ന് പറയുമ്പോൾ നമ്മുടെ ടിക്കറ്റ് ചെക്ക് ചെയ്യണം, നമ്മളുടെ ഐഡന്റിറ്റി ചെക്ക് ചെയ്യണം, പിന്നെ നമ്മുടെ ബാഗേജ്, നമ്മൾ കൊണ്ടുപോകുന്ന ഇതുണ്ടല്ലോ ബാഗുകൾ, അതിൻ്റെ അകത്ത് വിമാനത്തിൽ കയറ്റാൻ പറ്റാത്ത സാധനങ്ങൾ എന്തെങ്കിലും ഉണ്ടാവുമെന്നുള്ളത് സ്കാൻ ചെയ്യണം. അപ്പൊ അങ്ങനെയുള്ള കുറേ പ്രൊസീജിയർ ഉള്ളത് കൊണ്ട് ഒത്തിരി സമയം എടുക്കും. അതാണ് അതിന്റെ ഒരു ഡിസഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞത്. ഈ പ്ലെയിനിന്റെ യാത്രയുടെ നമ്മൾ അതിന് മുമ്പ് ഒരു 2 മണിക്കൂറൊക്കെ മുമ്പിൽ ഇങ്ങനെ ഇത്രയും വെയിറ്റ് ചെയ്യേണ്ടി വരും. അപ്പൊ എല്ലാ കാര്യങ്ങളും. അപ്പൊ പോസ്റ്റ് ജേർണി
പ്രീ ജേർണി ആൻഡ് പോസ്റ്റ് ജേർണി. അപ്പം യാത്ര ചെയ്യുന്നതിന് മുമ്പ്, വിമാനത്തിൽ കയറുന്നതിന് മുമ്പും ചെയ്യണം, അതുപോലെ വിമാനത്തിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം ഇതുപോലെ സ്വർണ്ണക്കടത്ത് കള്ളക്കടത്തൊക്കെ ഉണ്ടോ എന്നൊക്കെ ഉള്ളത് ചെക്ക് ചെയ്യാനായിട്ട് അവരെ സ്കാൻ ചെയ്യുക. നമ്മൾ കൊണ്ടുവരുന്ന ഇത് ഇത്ര സ്വർണ്ണമേ കൊണ്ടുവരാൻ പാടുള്ളൂ, വേറെ ഒന്നും ഇങ്ങനെ ഇതുപോലെയുള്ള കാര്യങ്ങളൊന്നും കൊണ്ടുവരാൻ പാടില്ല, നമ്മൾ അനുവദിക്കപ്പെട്ട കാര്യങ്ങൾ മാത്രമാണോ നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത്, ഇതെല്ലാം ചെക്ക് ചെയ്യും അവർ, സ്കാനിങ്ങിലൂടെ ചെക്ക് ചെയ്യും. അപ്പോൾ അതിനു മുമ്പ് പ്രീ ജേർണിക്ക് മുമ്പും ചെക്കിങ്ങിന് മുമ്പും പോസ്റ്റ് ജേർണി അത് കഴിഞ്ഞതിന് ശേഷം ക്ലിയർ ചെയ്യാനായിട്ട് ചെക്ക് ചെയ്യും ഓഫ് പാസഞ്ചേഴ്സ് ടേക്ക് പ്ലേസ്. ഇതെല്ലാം ടെർമിനൽ ബിൽഡിംഗിലാണ് ചെയ്യുന്നത്, അഡ്മിനിസ്ട്രേറ്റീവ് ബ്ലോക്കിലാണ് ചെയ്യുന്നത്. പാസഞ്ചേഴ്സ് ടേക്ക് പ്ലേസ്. ലോഞ്ചേഴ്സ്, കേവ്സോ കഫേസ് ആയിരിക്കും, എക്സെട്ര ആർ പ്രൊവൈഡഡ് ഫോർ ദ പാസഞ്ചേഴ്സ്. ലോഞ്ച് റെസ്റ്റ് ചെയ്യാനുള്ളത് റെസ്റ്റോറൻറ്റ്സും മുതലായവ പ്രൊവൈഡ് ചെയ്യണം പാസഞ്ചേഴ്സിന്. പാസഞ്ചേഴ്സ് ക്യാൻ ഡയറക്ട്ലി എൻ്റർ ദ പ്ലെയിൻ ഫ്രം ടെർമിനൽ ബിൽഡിംഗ് ത്രൂ സ്കൈ ബ്രിഡ്ജ്. അപ്പൊ ഒരു സ്കൈ ബ്രിഡ്ജ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ബിൽഡിങ്ങിനും വിമാനത്തിനും ടെർമിനൽ ബിൽഡിങ്ങിനും ഇടയിൽ ഒരു സ്കൈ ബ്രിഡ്ജ്, ഒരു ആകാശ ബ്രിഡ്ജ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് രണ്ട് എൻഡിലായിട്ട്. അതിലൂടെ നടന്നു വേണം നമ്മൾ വിമാനത്തിൽ കയറാനും തിരിച്ചു അതുപോലെ ഇറങ്ങി വരാനും. സോ സ്കൈ ബിൽഡ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ വാക്ക് വേസ് എക്സെട്ര. സിമിലർലി ദ പാസഞ്ചേഴ്സ് ഫ്രം പ്ലെയിൻ ഓൾസോ ഡയറക്ട്ലി എൻ്റർ ഇൻ ടു ദ ടെർമിനൽ ബിൽഡിംഗ്. അപ്പൊ അങ്ങോട്ട് പോകാനും ഇങ്ങോട്ട് വരാനും ഉള്ളത്. അപ്പോൾ ചെക്കിങ്ങിന് മുമ്പ് ചെക്കിംഗ് ഉണ്ട്, അത് പ്രീ ജേർണി ആൻഡ് പോസ്റ്റ് ജേർണി ചെക്കിങ്സ് ഉണ്ട്. അതാണ് അതിന്റെ സേഫ്റ്റി. വിമാനത്തിന്റെ ഏറ്റവും ഇതെന്താണ് നമ്മൾ ടെൻഷൻ ഉണ്ടാക്കുന്നത്, അതിന്റെ സേഫ്റ്റിയാണ്. അപ്പൊ ഈ സേഫ്റ്റി നമ്മൾ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്, ഇതുപോലെയുള്ള ചെക്കിങ്ങിലൂടെയാണ്. അല്ലെ ബോംബുകൾ കൊണ്ടുവന്നിട്ട്, ടെററിസ്റ്റുകൾ കൊണ്ടുവന്നിട്ട് ബോംബുകളൊക്കെ വെക്കാം, അല്ലെ, വിമാനത്തിൽ വന്ന് അതിനെ ഇതുപോലെ ആക്രമിക്കാം. അപ്പൊ അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ അവോയ്ഡ് ചെയ്യുന്നത് ഈ ചെക്കിങ്ങിലൂടെയാണ്. അപ്പോൾ ഒത്തിരി സമയം എടുക്കും, ഒരു മിനിമം 2 മണിക്കൂറെങ്കിലും മുമ്പ് എത്തണമെന്നാണ് അവർ പറയാറുള്ളത്. അപ്പൊ നമ്മുടെ പാസ്പോർട്ട് മറ്റു കാര്യങ്ങളെല്ലാം ചെക്ക് ചെയ്ത് എല്ലാം ഓക്കെ ആണെങ്കിൽ മാത്രമേ അവർ കടത്തിവിടൂ. അപ്പൊ ഇതെല്ലാം ചെയ്യുന്നത് ടെർമിനൽ ബിൽഡിങ്ങിലാണ്, ഇതിന്റെ അഡ്മിനിസ്ട്രേറ്റീവ് ബ്ലോക്കിലാണ് ചെയ്യുന്നത്. സോ അടുത്തത് അടുത്തത് അപ്പൊ ടെർമിനൽ ബിൽഡിംഗ് ആണ്. ഓക്കെ, ഇതാണ് ടെർമിനൽ ബിൽഡിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിന്റെ അകത്തുള്ളത് ചെക്കിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യാണ്. അതെല്ലാം ചെക്ക് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ബാഗേജ് ചെക്ക് ചെയ്യും. അതെല്ലാം ഓരോ സെഗ്മെന്റ് ആയിട്ടാണ്. അപ്പൊ അതെല്ലാം കഴിഞ്ഞ് ഇത് കഴിഞ്ഞാൽ അടുത്ത പോയിന്റിലേക്ക് പോകണം. അങ്ങനെ പോയിട്ടാണ് അത് വരുന്നത്. ടെർമിനൽ ബിൽഡിങ്ങിന്റെ അകത്ത് സർക്കുലേഷൻ ഏരിയ എന്ന് പറയും. ഇങ്ങനെ മൂവ് ചെയ്യുന്നതിനാണ് സർക്കുലേഷൻ ഏരിയ എന്ന് പറയുന്നത്. ടെർമിനൽ ബിൽഡിംഗ് ആണിത്, അതിന്റെ അകത്ത് സർക്കുലേഷൻ ഏരിയ ആണിത്, അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യാനുള്ളത്. അടുത്തത് കൺട്രോൾ ടവർ. അപ്പൊ നമ്മുടെ എയർ ട്രാഫിക് കൺട്രോൾ ചെയ്യുന്നത് ഈ കൺട്രോൾ ടവർ വെച്ചിട്ടാണ്. അപ്പൊ ലാൻഡ് ചെയ്യുമ്പോൾ ഇത് ഓക്കെ ആണെങ്കിൽ മാത്രമേ, ഇവരുടെ സിഗ്നൽ കിട്ടിയാൽ മാത്രമേ ഇറങ്ങാൻ പാടുള്ളൂ. The control tower is a place where aircraft under a particular zone is controlled, whether they are in land or in air. ലാൻഡിൽ ഇറങ്ങാൻ പറ്റുമോ അതോ എയറിൽ തന്നെ ഇങ്ങനെ ചുറ്റി സഞ്ചരിക്കണോ എന്നുള്ളത് ഇവിടെ നിന്ന് കിട്ടുന്ന ഇൻഫർമേഷൻ അനുസരിച്ചിട്ടാണ്. ചിലപ്പോൾ ലാൻഡിൽ ഇറങ്ങാൻ പറ്റാതെ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ അത് അവരെ അറിയിക്കും. അപ്പം വിമാനം ഇങ്ങനെ ആകാശത്ത് ചുറ്റി പറന്നുകൊണ്ടേ ഇരിക്കണം. The observation is done by the controller through radar and information is carried through radio. അപ്പൊ റഡാർ ഉണ്ട്, റഡാർ വെച്ചിട്ടാണ് എന്തെങ്കിലും വിമാനത്തിന് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നൊക്കെ അറിയുന്നത്. വിമാനത്തിന്റെ പരിധിയിലായി റഡാർ എന്ന് പറഞ്ഞാൽ എന്താണ്, ഈ പർട്ടിക്കുലർ വിമാനം എപ്പോഴും ഈ റഡാറിന്റെ പരിധിയിലായിരിക്കും. അപ്പൊ അവിടുത്തെ സിഗ്നൽ ഒക്കെ വെച്ചിട്ട് വിമാനത്തിന്റെ സിഗ്നൽസ് ഒക്കെ വെച്ചിട്ട് റഡാറിന്റെ പരിധിയിലായിരിക്കും ഈ വിമാനം എപ്പോഴും സഞ്ചരിക്കുന്നത്. അപ്പൊ വിമാനം കാണാതാവുകയോ വല്ലതും ചെയ്യുന്നത് എങ്ങനെയാ അറിയുന്നത്, റഡാറിൽ നിന്ന് വിട്ടുപോകും. അപ്പൊ റഡാറിൽ അതിന്റെ ഇൻഫർമേഷൻ ഉണ്ടാകത്തില്ല. അങ്ങനെയാണ് വിമാനം കാണാതാവുക, ഇല്ലേ തകർന്നു വീഴുക എന്നൊക്കെ ഇവര് അറിയുന്നത്. അപ്പൊ റഡാർ വെച്ചിട്ട് എപ്പോഴും ഇത് വാച്ച് ചെയ്തുകൊണ്ടിരിക്കും. പിന്നെ അതുപോലെ കറക്റ്റ് ഇൻഫർമേഷൻ പൈലറ്റിന് കൊടുത്തുകൊണ്ടിരിക്കും. അത് ഈ കൺട്രോൾ ടവറിൽ നിന്നാണ്, കൺട്രോൾ റൂമിൽ നിന്നാണ്. ദ കൺട്രോളർ ഫ്രം ദ കൺട്രോൾ ടവർ ഒബ്സർവ് ഓൾ ദ എയർക്രാഫ്റ്റ് within that zone and informs pilot about their airport traffic. മെയിൻലി എയർപോർട്ട് ട്രാഫിക്കിനെ കുറിച്ചാണ് പറയുന്നത്. ഇപ്പൊ അങ്ങനെ ഒരു വിമാനമുണ്ട്, അവിടെ നിന്ന് പൊങ്ങിയിട്ടുണ്ട്, ഇവിടെ നിന്ന് ലാൻഡ് ചെയ്തിട്ടുണ്ട്, അങ്ങനെ കാര്യങ്ങളല്ല. ലാൻഡിങ് റൂട്ട്, അതുപോലെ റൂട്ട് പ്രധാനമാണ്. പല ആക്സിഡൻസും വളരെ മൈന്യൂട്ടായിട്ടാണ് രക്ഷപ്പെട്ടിട്ടുള്ളത്. കാരണം എന്താണ്, അതിന്റെ ആ റൂട്ട് മാറിയിട്ട് രണ്ടും നേരെ വന്നിട്ടുണ്ട് പല വിമാനങ്ങളും.
അപ്പൊ ഈ കൺട്രോൾ റൂമിനുള്ള പിഴവാണത് കാരണം. കറക്റ്റ് റൂട്ട് പറയണം, ഈ വിമാനം സഞ്ചരിക്കേണ്ട കറക്റ്റ് പാത്ത് ഏത് ആണെന്നുള്ളത് പറഞ്ഞു കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ വേറൊരു വിമാനം ആ റൂട്ടിൽ കയറി വരും, തെറ്റായ റൂട്ടിലൂടെ വന്നിട്ട് കൊളീഷൻ സംഭവിക്കാൻ ചാൻസ് ഉണ്ട്. സോ കൺട്രോൾ റൂമിൽ ഇരിക്കുന്നവർ വളരെ കെയർഫുൾ ആയിട്ട് വേണം ഇത് കൈകാര്യം ചെയ്യാനായിട്ട്. സോ ലാൻഡിംഗ് റൂട്ട്, വിസിബിലിറ്റി, വിൻഡ് സ്പീഡ്. വിസിബിലിറ്റി, കാഴ്ച ഉണ്ടായിരിക്കണം. രാത്രിയിലൊക്കെയാണ് ഇറങ്ങുന്നതെങ്കിൽ റൺവേ കറക്റ്റായിട്ട് പൈലറ്റിന് കാണാൻ പറ്റണം. റൺവേ കണ്ടാലല്ലേ നമുക്ക് ഇറങ്ങാൻ പറ്റത്തുള്ളൂ. അപ്പോൾ കറക്റ്റ് അതിന്റെ ആ സിഗ്നൽ ലൈറ്റിംഗ് ഒക്കെ കൊടുത്തിട്ട് കറക്റ്റ് പാത്ത് പറഞ്ഞു കൊടുക്കണം. വിസിബിലിറ്റി, വിൻഡ് സ്പീഡ്. അതുപോലെ ആ പർട്ടിക്കുലർ സ്റ്റേഷനിൽ, ഇറങ്ങാനുള്ള സ്റ്റേഷനിലുള്ള വിൻഡിന്റെ സ്പീഡ്. അപ്പൊ പെട്ടെന്ന് മഴയും കാറ്റും ഒക്കെ വരാം അല്ല. അപ്പൊ വിൻഡ് സ്പീഡ് ക്രോസ് വിൻഡ് ഒക്കെ ഉണ്ടെങ്കിൽ അത് നമുക്ക് വിമാനത്തിൽ ഇറങ്ങാൻ വളരെ ബുദ്ധിമുട്ടാണ്. അപ്പൊ വിൻഡ് സ്പീഡ് എങ്ങനെയാണെന്ന് പറഞ്ഞു കൊടുക്കണം. അതനുസരിച്ച് ഇത്ര ആംഗിളിലൊക്കെയാണ് പൈലറ്റ് ഇറക്കുക. അത് പൈലറ്റിന്റെ കഴിവ് പോലെ ഇരിക്കും. അപ്പൊ ഇത്രയും ഇൻഫർമേഷൻസ് പാസ് ചെയ്യുന്നത് കൺട്രോൾ ടവറിൽ നിന്നാണ്. വിൻഡ് സ്പീഡ്, റൺവേ ഡീറ്റെയിൽസ്. ചിലപ്പോൾ പരിചയമില്ലാത്ത ഒരു സ്ഥലത്ത് പോയി ഇറങ്ങേണ്ടി വരും. അപ്പൊ അവിടുത്തെ റൺവേയെ കുറിച്ച് പൈലറ്റിന് അറിയണമെന്നില്ല. അപ്പൊ റൺവേ ഡീറ്റെയിൽസ് കൊടുക്കുക. ബേസ്ഡ് ഓൺ വിച്ച് ദ പൈലറ്റ് ഡിസൈഡ്സ് ആൻഡ് അറ്റംപ്റ്റ് സേഫ് ലാൻഡിങ്. അപ്പൊ ഇത്രയും ഇൻഫർമേഷൻ പൈലറ്റിന് കിട്ടിയാൽ മാത്രമേ പൈലറ്റ് ആ കറക്റ്റ് ലാൻഡിങ്ങിന് റെഡിയാവാൻ പറ്റത്തുള്ളൂ. അപ്പൊ എങ്ങനെയാണ് ഇതെല്ലാം വിൻഡിന്റെ ഇന്റൻസിറ്റി, വിൻഡിന്റെ സ്പീഡിനെ എഗനിസ്റ്റ് ആയിട്ട് എങ്ങനെ ഇറങ്ങണം, ഇത് എവിടെ ഇറങ്ങണം, കറക്റ്റ് റൺവേയുടെ നീളം എത്രയാണ്, എവിടെ നിന്ന് തൊട്ടാണ് തുടങ്ങേണ്ടത്, എല്ലാം നോക്കുന്നത്. സോ കൺട്രോൾ ടവറിന്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ബേസ്ഡ് ഓൺ വിച്ച് ദ പൈലറ്റ് ഡിസൈഡ് ആൻഡ് അറ്റംപ്റ്റ് സേഫ് ലാൻഡിങ്. സോ കൺട്രോൾ ടവർ ഈസ് ലൈക്ക് നെർവ് സിസ്റ്റം ഓഫ് ആൻ എയർപോർട്ട്. കണ്ടോ, നെർവ് സിസ്റ്റമാണ്. നമ്മുടെ ശരീരത്തിലെ നെർവ്സ് എന്താണ് ചെയ്യുന്നത്, അതെല്ലാം അതിലൂടെയാണ് രക്തം പമ്പ് ചെയ്ത് പോകുന്നത് അല്ല. അതുപോലെ ഇത് ഈ എയർ ട്രാഫിക് കൺട്രോൾ ഡിവൈസ് ആണ്, കൺട്രോൾ ആണ് ഇതിന്റെ നെർവ് സിസ്റ്റം ഓഫ് എയർപോർട്ട് എന്ന് പറയുന്നത്. ഇത് നന്നായിട്ട് പ്രവർത്തിച്ചാൽ മാത്രമേ എയർപോർട്ടിൽ വിമാനത്തിന് ലാൻഡ് ചെയ്യാനും ടേക്ക് ഓഫ് ചെയ്യാനും പറ്റത്തുള്ളൂ. ഇതും ഇമ്പോർട്ടന്റ് ആണ്. കൺട്രോൾ ടവർ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ നെർവ് സിസ്റ്റം ഓഫ് ആൻ എയർപോർട്ട്. അപ്പൊ അത് ഇതിങ്ങനെ എപ്പോഴും ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുക അതിന്റെ ഇത് കൺട്രോൾ ടവർ. ഹാങ്ങർ നേരത്തെ പറഞ്ഞായിരുന്നല്ലോ അല്ലെ, ഇവിടെ ഒരു ഹാങ്ങർ പറഞ്ഞില്ലേ? ഹാങ്ങർ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ഹാങ്ങർ ഇവിടെ റിപ്പീറ്റ് ചെയ്തിരിക്കുകയാണ്. ഹാങ്ങർ നേരത്തെ പറഞ്ഞ പോലെ ഇതുണ്ട്. സ്റ്റീൽ റൂഫ് ട്രസ് വെച്ചിട്ടുള്ള ഒരു റൂഫ് കൊടുത്തിരിക്കുകയാണ്. ഇവിടെ വിമാനം ഇവിടെ ഇത് സ്റ്റോർ ചെയ്തിരിക്കുക, ഇവിടെ പാർക്ക് ചെയ്തിരിക്കുന്നു ഫോർ എന്താണ് റിപ്പയർ ആൻഡ് മെയിൻ്റെനൻസ് ഇല്ലെങ്കിൽ അസംബ്ലി ചെയ്യാനായിട്ട് ഇങ്ങനെ ചെയ്തിരിക്കുക. ഹാങ്ങർ ഇസ് എ പ്ലേസ് വെയർ റിപ്പയറിംഗ് ആൻഡ് സർവീസിംഗ് ഓഫ് എയർക്രാഫ്റ്റ് ഇസ് ഡൺ. ഇത് റിപ്പീറ്റഡ് ആണ്, റിപ്പീറ്റഡ് ആയിട്ടുള്ള ഒരു ഇതാണ്. റിപ്പയറിംഗ് ആൻഡ് സർവീസിംഗ് ഓഫ് എയർക്രാഫ്റ്റ് ഇസ് ഡൺ. ടാക്സിവേ കണക്ട്സ് ദ ഹാങ്ങർ വിത്ത് ദ റൺവേ. So when a repair needed for an aircraft, it can be moved to hangar easily. ടാക്സി റൺവേയിൽ നിന്ന് നേരെ ടാക്സിവേയിലൂടെ നമുക്ക് ഈ ഹാങ്ങറിൽ എത്താൻ പറ്റും. ഇറ്റ് ഈസ് കൺസ്ട്രക്റ്റഡ് ഇൻ ദ ഫോം ഓഫ് ലാർജ് ഷെഡ് ആണ് അല്ലെ. നമുക്ക് ഓപ്പൺ ഏരിയ ആണ് വേണ്ടത്. വിമാനം ഇവിടെ ഒരു കോളവും വല്ലോ പില്ലറോ വല്ലോ കൊടുത്തിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യും, അതിൽ തട്ടും. സോ നമുക്ക് വിമാനത്തിന് സേഫായിട്ട് അത് എന്താണ് റേഡിയൽ മൂവ്മെന്റ് അതുപോലെ റൊട്ടേറ്റ് ചെയ്യാനൊക്കെ ആയിട്ട് ലാർജ് ഷെഡാണ് വേണ്ടത്. യൂസിങ് സ്റ്റീൽ ട്രസ്സസ് ആൻഡ് ഫ്രെയിംസ്. ഏറ്റവും സേഫ് ആയിട്ടുള്ളത് എന്താണ്, സ്റ്റീൽ ട്രസ്സസ് ആൻഡ് ഫ്രെയിംസ് ആണ്. അപ്പം നമുക്ക് ലാർജ് ഓപ്പൺ ഏരിയ കവർ ചെയ്യാൻ പറ്റും. അതാണ് ഈ സ്റ്റീൽ ട്രസ്സസിന്റെ ഒരു പ്രധാനപ്പെട്ട അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. ലാർജ് ഏരിയ ഷുഡ് ബി പ്രൊവൈഡഡ് ഫോർ ഹാങ്ങേഴ്സ് ഫോർ കംഫർട്ടബിൾ മൂവ്മെന്റ് ഓഫ് എയർക്രാഫ്റ്റ്. ലാർജ് ഏരിയ ഈസ് റിക്വയർഡ്. ഹാങ്ങർ. അടുത്ത പാർക്കിംഗ് എന്ന് പറയുമ്പോൾ ഇതുമായിട്ട് എയർപോർട്ടിൽ വരുന്ന പാസഞ്ചേഴ്സിന്റെ വെഹിക്കിൾസ് പാർക്ക് ചെയ്യാനുള്ളതാണ്. അവരുടെ വണ്ടികളും അവരുടെ റിലേറ്റീവ്സിൻ്റെത് ഒക്കെ പാർക്ക് ചെയ്യാനുള്ള വരുന്ന പാർക്കിംഗ് വെഹിക്കിൾസിന് ഉള്ളതാണ്. ദിസ് ഈസ് എ പ്ലേസ് പ്രൊവൈഡഡ് ഫോർ പാർക്കിംഗ് ദ വെഹിക്കിൾ ഓഫ് എയർപോർട്ട് സ്റ്റാഫ് ഓർ പാസഞ്ചേഴ്സ്. എയർപോർട്ടിന്റെ സ്റ്റാഫിന്റെ വരുമല്ലോ, or passengers, which is outside the terminal building or sometimes under the ground of terminal building. അപ്പൊ ഔട്ട്സൈഡ് ദ ടെർമിനൽ ബിൽഡിംഗ് ആണ്. അപ്പൊ നമ്മളെ ആ എൻട്രൻസിന്റെ അവിടെ പാർക്ക് ചെയ്തിട്ട് നേരെ പാർക്കിങ്ങിലേക്ക് പോകണം. അവരെ വിട്ടിട്ട് നേരെ പാർക്കിങ്ങിലേക്കാണ് പോകേണ്ടത്. അപ്പൊ ഇത്ര ഏരിയ പാർക്കിങ്ങിന് വേണ്ടി കൊടുക്കണം. ഇതൊരു എയർപോർട്ടിന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു ഫീച്ചറാണ് പാർക്കിങ്. ദെൻ എയർ കാർഗോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, എയർക്രാഫ്റ്റിലൂടെ മൂവ് ചെയ്യുന്ന ഗുഡ്സിന് പറയുന്ന പേരാണ് എയർ കാർഗോ. എയർ കാർഗോ ഈസ് അനദർ ടേം ഫോർ എയർ ഫ്രൈറ്റ്
എയർ ഫ്രൈറ്റ്, അതായത് ചരക്ക് എന്നാണ് അതിന്റെ അർത്ഥം. എയറിലൂടെ പോകുന്ന ഇത് കാർഗോ അല്ലെങ്കിൽ ഗുഡ്സിനെയാണ് എയർ ഫ്രൈറ്റ് എന്ന് പറയുന്നത്. എയർ ഫ്രൈറ്റ് അല്ലെങ്കിൽ എയർ കാർഗോ. ഇറ്റ് ഈസ് ദ കാരിയേജ് ഓർ ദ ട്രാൻസ്പോർട്ടേഷൻ ഓഫ് ഗുഡ്സ് ത്രൂ ആൻ എയർ കാരിയർ. അടുത്തത് പ്രധാനപ്പെട്ട ഇതിൽ നിന്ന് ചോദിക്കാൻ പറ്റുന്ന വെരി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ് ഇത്. എന്താണ്? കോമ്പണൻസ് ഓഫ് എയർപോർട്ട്. അതിന്റെ ലേ ഔട്ട് വരച്ചതിന് ശേഷം, ലേ ഔട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ ബുദ്ധിമുട്ടാണ് കിട്ടാനായിട്ട്. അത് ഒത്തിരി കാര്യങ്ങളൊക്കെ ഇങ്ങനെ വരച്ചിട്ടുണ്ട്. നമുക്ക് എക്സാമിനൊക്കെ വരയ്ക്കാനായിട്ട് അത് ആകെ ഇതാണ് കിട്ടുന്നത്, എയർപോർട്ട് ഇതിന്റെ ലേ ഔട്ട് എന്ന് പറയുന്നത്. ജസ്റ്റ് ഒരു ഇതിങ്ങനെ ഇത് കാണിക്കുക, റെക്ടാങ്കുലർ ഷേപ്പിൽ ഇത് കാണിക്കുക. ദെൻ ഷോൾഡർ, റൺവേ കാണിക്കുക. ആദ്യം റൺവേ ഇതുണ്ടല്ലോ, ഒരു സ്ട്രിപ്പിനുള്ളിൽ ഇത് റൺവേ കാണിക്കുക റെക്ടാങ്കുലറിൽ. ദെൻ ടാക്സിവേ കാണിക്കുക. റൺവേയിൽ നിന്ന് ത്രൂ ടാക്സിവേ ഏപ്രിലേക്ക് വരിക അല്ലെ. ഇത് ഏപ്രിലാണ്, ഇവിടെയാണ് വിമാനങ്ങൾ പാർക്ക് ചെയ്യുന്നത്. ഏപ്രിൽ കാണിക്കുക. അപ്പോൾ റൺവേ ഇവിടെ, അത് തമ്മിൽ കണക്ട് ചെയ്യാനായിട്ട് ടാക്സിവേ ഉപയോഗിക്കുക. ഡയറക്ഷൻ കൊടുക്കുക, റൺവേയിൽ നിന്ന് അങ്ങോട്ടും പിന്നെ ഇവിടെ നിന്ന് അങ്ങോട്ടും. പിന്നെ ഈ ടെർമിനൽ ബിൽഡിംഗ് ഇതിനോട് ചേർന്നിട്ടാണ് കൊടുക്കുക അല്ലെ. ഇത് ടെർമിനൽ ബിൽഡിംഗ് ആണ്. ഇവിടെ ചുറ്റുമാണ് ഏപ്രൺ വരുന്നത്, വിമാനങ്ങൾ പാർക്ക് ചെയ്യുന്നത്. ഇവിടെ ഒരു ഗേറ്റ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ദെൻ ഇവിടെ എന്തുവാണ് എഴുതിയിരിക്കുന്നത്? ടു മെയിൻ്റനൻസ് ഫെസിലിറ്റി, ഹാങ്ങർ. ഇവിടെ ഒരു ഹാങ്ങറാണ് കൊടുത്തിരിക്കുന്നത്. ഇത് ഹാങ്ങർ എന്ന് എഴുതിയിരിക്കുന്നത് കേട്ടോ. ഹാങ്ങർ ആൻഡ് മെയിൻ്റനൻസ് ഫെസിലിറ്റി. അപ്പൊ ഇവിടെ വിമാനങ്ങൾ പാർക്ക് ചെയ്യുന്നുണ്ട്, അതോടൊപ്പം തന്നെ എന്തെങ്കിലും റിപ്പയർ മെയിൻ്റനൻസ് ഉണ്ടെങ്കിൽ നേരെ ഹാങ്ങർ ഉണ്ട്, ഇങ്ങോട്ട് വരാം. ഓക്കെ. ഇനി ഇവിടെ ഒരു ഫ്യൂവൽ പാത്ത് ഉണ്ട്, ഫ്യൂവൽ പാത്ത്. അപ്പൊ ഇവിടെ ഫ്യൂവലിംഗ് നടത്താം. ഇന്ധനം നിറച്ചിട്ട് ഹോൾഡിംഗ് ഏപ്രൺ. ഇവിടെയാണ് ഹോൾഡിംഗ് ഏപ്രൺ കൊടുത്തിരിക്കുന്നത് കണ്ടോ. ഇതിന് കഴിഞ്ഞ് ഈ റൺവേയുടെ ഈ സൈഡിലായിട്ട് ഇതാണ് ഹോൾഡിംഗ് ഏപ്രൺ എന്ന് പറയുന്നത്. ഇവിടെ റൺവേയിലേക്ക് കയറുന്നതിന് തൊട്ട് മുമ്പായിട്ട് ഇവിടെ ഹോൾഡിംഗ് ഏപ്രൺ. ദെൻ അറൈവൽ ഡിപ്പാർച്ചർ എയർ സ്പേസ്, രണ്ടിടത്തും അറൈവൽ ഡിപ്പാർച്ചർ എയർ സ്പേസ്. അപ്പൊ ഇതൊന്ന് ഇത് ചെയ്തിട്ട് പോവാ. ടെർമിനൽ ബിൽഡിങ് ഇതൊരു റോഡാവാം ഇത്. അപ്പൊ ഈ ലേ ഔട്ട് ആണ് വളരെ സിമ്പിൾ. ബാക്കിയുള്ളതെല്ലാം കോംപ്ലിക്കേറ്റഡ് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്, നമുക്കത് വരയ്ക്കാൻ പറ്റത്തില്ല, അത് സ്കെച്ച് ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ ലേ ഔട്ട് ചോദിച്ച് അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ, ഡിഫറെന്റ് കോമ്പണൻസ് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറഞ്ഞാൽ ഇത് വരയ്ക്കുക. അതല്ലാന്നുണ്ടെങ്കിൽ ഇനി പറയുന്ന ഏതെങ്കിലും അത് വരച്ചു വെച്ചാലും മതിയാവും. ഇത് കണ്ടോ, അടുത്ത ഈ ഫിഗറിലേക്ക് വരിക. വർക്കിംഗ് ഓഫ് ആൻ എയർപോർട്ടാണ് കാണിച്ചിരിക്കുന്നത്. ലേ ഔട്ട് വരയ്ക്കാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ ഇങ്ങനെ വരച്ചാലും മതി. വർക്കിംഗ് ഓഫ് എയർപോർട്ട് ഇവിടെയാണ്. എക്സ്റ്റേണൽ പറഞ്ഞാൽ വിമാനത്താവളത്തിന് പുറത്താണ്, എയർപോർട്ടിലേക്ക് കയറുന്നതിന് മുമ്പാണ്. എക്സ്റ്റേണൽ ആണ്. എക്സ്റ്റേണൽ നിന്ന് നമ്മൾ നേരെ ചെക്കിനിലേക്കാണ് വരുന്നത് അല്ലെ. നമ്മളിവിടെ എയർപോർട്ടിൽ എത്തി, പുറത്തു നിന്ന് നമ്മൾ എയർപോർട്ടിൽ എത്തിയിട്ട് നേരെ എന്താ ചെയ്യുന്നത്? ചെക്കിനിലേക്ക് പോവാണ്. ചെക്കിൻ. അപ്പൊ നമ്മളുടെ ഐഡന്റിറ്റി, പാസ്പോർട്ട് എല്ലാം നോക്കിയതിന് ശേഷം നമ്മുടെ ബാഗേജ് ചെയ്തു, ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ടോ, ടിക്കറ്റ് എല്ലാം ക്ലിയർ ആണോ എന്ന് നോക്കി. അത് കഴിഞ്ഞ് ബാഗ് ഡ്രോപ്പ്. ടിക്കറ്റ് ഓക്കെ ആണെങ്കിൽ എന്ത് ചെയ്യണം? നേരെ ബാഗ് ഇവിടെ ഡ്രോപ്പ് ചെയ്യണം, സ്കാൻ ചെയ്യാനായിട്ട് ബാഗിൽ എന്തെങ്കിലും അൺവാണ്ടഡ് മെറ്റീരിയൽസ് ഉണ്ടോ എന്നുള്ളത്. ദെൻ സെക്യൂരിറ്റി ചെക്കപ്പ് ഉണ്ട്. ദെൻ എമിഗ്രേഷൻ എന്ന് പറയുന്നത് അത് രാജ്യത്തിന് പുറത്തേക്ക് പോകാനുള്ളതാണ്. എമിഗ്രേഷൻ ചെക്കപ്പാണ്. ഇവിടെ നിന്ന് നമ്മൾ പുറത്തേക്ക് പോകാനായിട്ട്, നമ്മുടെ സ്വന്തം കൺട്രിയിൽ നിന്ന് പുറത്തെ വിദേശ രാജ്യത്തിലേക്ക് പോകാനുള്ള ഒരു ചെക്കപ്പാണ് എമിഗ്രേഷൻ ക്ലിയറൻസ് എന്ന് പറയും. അവിടെ എന്തെങ്കിലും അവരുടെ ആ രാജ്യത്തിലേക്ക് പോകാനുള്ള അനുമതി ഉണ്ടോ, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ, പാസ്പോർട്ട് ഉണ്ടോ, എല്ലാ കാര്യങ്ങളും നോക്കുന്നത് എമിഗ്രേഷൻ കൗണ്ടറിലാണ്. എമിഗ്രേഷൻ കൗണ്ടർ ഓക്കെ ആണെങ്കിൽ നേരെ ഗേറ്റിലേക്ക് വരികയാണ്. ഗേറ്റ് എന്ന് പറയുന്നത് വിമാനത്തിലേക്ക്, ഇവിടെ ഒരു ടെർമിനൽ സ്റ്റേഷൻ ഉണ്ടല്ലോ, ഇവിടെ ഗേറ്റിലേക്ക് വരികയാണ്. വിമാനത്തിലേക്ക് കയറാൻ പോകുന്ന ആ ഒരു ഇതിന് തൊട്ട് മുമ്പുള്ള ഗേറ്റ്. ഇനി ഈ പൊസിഷൻ കണ്ടോ, ഇവിടാണ് വിമാനം കിടക്കുന്നത്. ടേൺ അറൗണ്ട്, ഇവിടെ വിമാനം ഇവിടെ കിടക്കുകയാണ്, പൊസിഷനിലായിട്ടുണ്ട്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഇനി വിമാനത്തിൽ കയറിയാൽ മതി. കയറിയിട്ട് എന്ത് ചെയ്യണം? വിമാനം നേരെ ഇനി റൺവേയിലൂടെ പോവാണ്. റൺവേ ഇതാണ്, അതിന്റെ വർക്കിംഗ് ആണ് പറയുന്നത്. നമ്മൾ എങ്ങനെയാണ് ഒരു വിമാനത്തിൽ കയറി ടേക്ക് ഓഫ് ചെയ്യുന്നത്, ലാൻഡ് ചെയ്യുന്നത് എന്നുള്ള ഒരു വർക്കിംഗ് ആണ് പറയുന്നത്. ഇനി അവിടെ നമ്മൾ ഇവിടെ ആരോ ഇങ്ങോട്ടാണ് കാണിച്ചിരിക്കുന്നത്. സോ റൺവേയിലേക്ക് പോവാണ് നമ്മൾ, വിമാനം നമ്മളെയും കൊണ്ട് റൺവേയിലേക്ക് പോവാണ്. ഇനി നേരെ പറന്ന് പൊങ്ങാണ്, ടേക്ക് ഓഫ് നടക്കുകയാണ്. ഇനി തിരിച്ചാണെങ്കിലോ, തിരിച്ച് ലാൻഡ് ചെയ്യാനാണെങ്കിൽ എന്ത് ചെയ്യും? റൺവേയിലൂടെയാണല്ലോ നമ്മൾ ഇറങ്ങുന്നത് അല്ലെ. ഇവിടെ നിന്ന് ലാൻഡ് ചെയ്ത് നമ്മൾ നേരെ റൺവേയിലെത്തി. ഇവിടെ ലാൻഡിങ് ചെയ്തു. എയർ സൈഡാണ്. ഇത്രയും രണ്ട് പാർട്ടായിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. ഇത് എയർ സൈഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? റൺവേയും
വിമാനവും ഉൾപ്പെട്ട് നിൽക്കുന്ന ആ അത്രയും സ്പേസ് ആണ് എയർ സൈഡ്. ഇത് ലാൻഡ് സൈഡ്. ലാൻഡ് സൈഡിലാണ് ടെർമിനൽ ബിൽഡിംഗ്, ബാക്കിയുള്ള അഡ്മിനിസ്ട്രേറ്റീവ് കാര്യങ്ങളെല്ലാം ലാൻഡ് സൈഡിലാണ് നടത്തുന്നത്. സോ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുക, ലാൻഡ് സൈഡ് ആൻഡ് എയർ സൈഡ് അല്ലെങ്കിൽ എയർഫീൽഡ്. ഇനി നമ്മൾ ലാൻഡ് ചെയ്തതിന് ശേഷം എന്ത് ചെയ്യുന്നു? തിരിച്ച് വീണ്ടും നമ്മൾ റൺവേയിലേക്കാണ് വരിക, അല്ലെ? വിമാനം നമ്മളെയും കൊണ്ട് റൺവേയിൽ വന്നു. റൺവേയിൽ നിന്ന് നേരെ തിരിച്ച് ഈ പൊസിഷനിലേക്ക് വന്നു, ടെർമിനൽ സ്റ്റേഷന്റെ അടുത്ത്, ഗേറ്റിന്റെ അടുത്ത് വന്നു. അവിടെ നിന്ന് നമ്മൾ എന്ത് ചെയ്യണം? ഇമിഗ്രേഷൻ ചെയ്യണം. ഇമിഗ്രേഷൻ അതായത് നമ്മൾ പുറത്തെ വിദേശ രാജ്യത്തിൽ നിന്ന് അകത്തോട്ട് വരികയാണ്, അല്ലെ പുറത്തെ പ്ലേസിൽ നിന്ന് നമ്മുടെ ഹോം സ്റ്റേഷനിലേക്ക് വരികയാണ്. അപ്പൊ എന്ത് ചെയ്യണം? അവിടെ ഒരു ചെക്കപ്പ് ഉണ്ട്, ഇമിഗ്രേഷൻ. വീണ്ടും പാസ്പോർട്ടൊക്കെ നോക്കി, പാസ്പോർട്ടൊക്കെ വെച്ച് ക്ലിയർ ആയിട്ട് തന്നെയാണോ ഈ പുള്ളി യാത്ര ചെയ്ത് വന്നിരിക്കുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങൾ ചോദിക്കുക. എമിഗ്രേഷൻ എന്ന് പറഞ്ഞാൽ പുറത്തോട്ട് പോകുന്നത്, ഇമിഗ്രേഷൻ എന്ന് പറഞ്ഞാൽ അകത്തോട്ട് വരുന്നതാണ്. അവിടെ നിന്ന് ചെക്കപ്പ് ചെയ്തതിന് ശേഷം ഇനി നമ്മൾ ബാഗേജ് കളക്ട് ചെയ്യണം. നമ്മുടെ ബാഗേജ് അവിടെ വിമാനത്തിൽ നമ്മൾ എന്താ ചെയ്തിരിക്കുന്നത്? ഒരു ബാഗേജ് സൂക്ഷിക്കാനുള്ള ഒരു കൗണ്ടർ ഉണ്ട്, അവിടെ കൊടുത്തിരിക്കുക. നമ്മൾ ഇവിടെ കൊടുത്തിട്ടല്ലേ പോയത്. അപ്പൊ ഇത് നേരെ വിമാനത്തില് നമ്മുടെ കയ്യിൽ തരത്തില്ല, കാരണം നമ്മൾ സീറ്റിൽ ഇരിക്കാനുള്ള ഒരു സ്ഥലം മാത്രമേ ഉള്ളൂ. അപ്പൊ ബാഗേജ് സൂക്ഷിക്കാനുള്ള സ്ഥലമില്ല. അതുകൊണ്ട് വിമാനത്തിന്റെ അടിയിലായിരിക്കും സൂക്ഷിക്കുക. അത് ഇവിടെ വന്ന് നമ്മൾ കളക്ട് ചെയ്യണം. ഒരു ബെൽറ്റിലൂടെ അത് വരും. അത് ചെക്കപ്പ് നടത്തിയതിനു ശേഷം ഇവിടെ നിന്ന് നമ്മൾ നമ്മുടെ ബാഗേജ് അത് പിക്ക് ചെയ്യണം. സോ ബാഗേജ് പിക്കപ്പ്. അതിനുശേഷം എന്ത് ചെയ്യണം? നമ്മളുടെ സ്ഥലത്തേക്ക് പുറത്തേക്ക് പോകണം, എക്സ്റ്റേണൽ. നമ്മുടെ പാർക്കിംഗ് ഏരിയയിൽ പോയിട്ട് വണ്ടിയിൽ നമുക്ക് പുറത്തോട്ട് പോവാം. സോ ഇതാണ് വർക്കിംഗ് പ്രിൻസിപ്പിൾ. വർക്കിംഗ് എന്ന് പറഞ്ഞാൽ ഒരു എയർപോർട്ടിന്റെ വർക്കിംഗ് എന്ന് നടക്കുന്ന ഇത്രയാണ്. ഇല്ല ഇത് എഴുതി വെച്ചാലും ഇത് വരച്ചാലും മതി, മനസ്സിലായില്ല? ഇത് ചോദിക്കുന്ന അനുസരിച്ച് നമ്മൾ ചെയ്യുക. എക്സ്റ്റേണൽ ആൻഡ് എന്താണ് ഡിപ്പാർച്ചർ. ഇത് അറൈവൽ, ഇത് ഡിപ്പാർച്ചർ, ഇത് അറൈവൽ. ഇത് പോകാനുള്ളത്, ഡിപ്പാർച്ചർ പോകാനുള്ള ഇതാണ്. ഇത് അറൈവൽ, വന്നു കഴിയുമ്പോൾ എങ്ങനെയാണ് എന്നുള്ളത്. അതാണ് ആ റൂട്ട് കാണിച്ചിരിക്കുന്നത്. ഓക്കെ, ഇതുകൊണ്ട് ഇത് ഞാനത് കറക്റ്റ് ഫിഗർ കിട്ടാത്തതുകൊണ്ട് കൊടുത്തതാണിത്. ഇങ്ങനെ വരച്ചാലും കുഴപ്പമില്ല. ലേ ഔട്ട് ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെയാണ് വരയ്ക്കാൻ തോന്നുന്നെങ്കിൽ ഇതും കറക്റ്റ് ആണ്. എന്ത് ചെയ്യണം? മൂന്നായിട്ട് ഡിവൈഡ് ചെയ്യുക. എന്താണ്? എയർ സ്പേസ്, എയർഫീൽഡ്, ലാൻഡ് സൈഡ്. എയർ സ്പേസ്, എയർഫീൽഡ്, ലാൻഡ് സൈഡ്. എയർ സ്പേസ് എന്ന് പറയുന്നത് ടെർമിനൽ എയർ സ്പേസ്. അത് വേണമെങ്കിൽ കൊടുത്താൽ മതി. എയർഫീൽഡും ലാൻഡ് സൈഡും കൊടുക്കുക. എയർഫീൽഡ്, ലാൻഡ് സൈഡ്. എയർഫീൽഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? റൺവേയും ബാക്കിയുള്ള കാര്യങ്ങൾ ഉൾപ്പെട്ട് നിൽക്കുന്നതാണ് എയർഫീൽഡ്. ലാൻഡ് സൈഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ടെർമിനൽ ബിൽഡിംഗ്, വെഹിക്കുലർ സർക്കുലർ ഡ്രൈവ്, പാർക്കിംഗ് ഫെസിലിറ്റീസ്, എയർപോർട്ട് റോഡ്സ് ആൻഡ് ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റീസ്, എയർപോർട്ട് ഗ്രൗണ്ട് ആക്സസ് സിസ്റ്റം. ഇത്രയും ചേർന്നാണ് ലാൻഡ് സൈഡ് എന്ന് പറഞ്ഞാൽ. എയർഫീൽഡ് എന്താണ്? റൺവേ ഉണ്ട്, ഹോൾഡിംഗ് ഏരിയ ഉണ്ട്, ദെൻ എക്സിറ്റ് ടാക്സിവേ ഉണ്ട്, ടാക്സിവേ സിസ്റ്റം ഉണ്ട്, ഏപ്രൺ ഗേറ്റ് സിസ്റ്റം, ഗേറ്റ് വേ. അപ്പൊ ഇത്രയാണ്. അപ്പൊ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ട് ഇത് ഇങ്ങനെ വരച്ചാലും മതി ലേ ഔട്ടിന്. മനസ്സിലായല്ലോ? ഈ ഫിഗർ വരയ്ക്കാം, ഇല്ലെങ്കിൽ ഇത് കുറച്ചുകൂടെ നന്നായിട്ട് വരയ്ക്കാം. ഇല്ലാന്നുണ്ടെങ്കിൽ അതിന്റെ വർക്കിംഗ് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് കൊടുക്കാം. ഇത് ലേ ഔട്ടാന്ന് പറയാൻ പറ്റത്തില്ല, ഇത് വർക്കിംഗ് ആണ്. ലേ ഔട്ട് ഇവിടെ കാണിച്ചിട്ടുണ്ട്. ഇത് വർക്കിംഗ് ഓഫ് ആൻ എയർപോർട്ടാണ് ഈ കാണിച്ചിരിക്കുന്നത്. ഇത് ലേ ഔട്ട് ചോദിച്ചാൽ ഇത് കൊടുക്കാൻ പറ്റത്തില്ല. അതേസമയം ഇത് കൊടുക്കാം. ദിസ് ഈസ് ലേ ഔട്ട് ആണ്. എന്താണ്? എയർഫീൽഡും ലാൻഡ് ഫീൽഡ് സൈഡും തമ്മിൽ ഡിവൈഡ് ചെയ്തിട്ട് അതിന്റെ ആ ഒരു എന്താണ് റൊട്ടേഷൻ കാണിച്ചിരിക്കണം, എങ്ങനെയാണ് അത് പോകുന്നത്. ഇതാണെങ്കിലും കുഴപ്പമില്ല, ലേ ഔട്ട്. ഇനി ഇതുപോലെ എയർപോർട്ട് സപ്ലൈ കോമ്പണൻസ് എന്താണ്? എയർ സൈഡും ഉണ്ട്, ലാൻഡ് സൈഡും ഉണ്ട്. ഫെസിലിറ്റീസ് ആൻഡ് എക്യുപ്മെന്റ്. എയർ സൈഡിൽ വരുന്ന എന്തൊക്കെയാണ്? ടെർമിനൽ എയർ സ്പേസ് ആൻഡ് എയർപോർട്ട് സോൺ ഉണ്ട്, റൺവേസ് ആൻഡ് ടാക്സിവേസ് ഉണ്ട്, ഏപ്രൺ ഗേറ്റ് കോംപ്ലക്സ് ഉണ്ട്. അപ്പൊ ഇത്രയാണ് എയർ സൈഡിൽ വരുന്നത്. അതായത് വിമാനം കിടക്കുന്ന സൈഡുമായിട്ട് ബന്ധപ്പെട്ട്, വിമാനം മൂവ് ചെയ്യുന്ന സൈഡുമായിട്ട്. ലാൻഡ് സൈഡിൽ എന്താണ്? നമ്മുടെ പാസഞ്ചേഴ്സിനുള്ള ഏരിയ ആണ്. പാസഞ്ചർ ടെർമിനൽസ് ഉണ്ട്, ഫ്രൈറ്റ് കാർഗോ ടെർമിനൽ ഉണ്ട്, ഇന്റർഫേസസ് ഉണ്ട്, ടെക്നിക്കൽ കോംപ്ലക്സ് ഉണ്ട്, ലാൻഡ് സൈഡ് ആക്സസ് മോഡ്സ് ഉണ്ട്, ആൻഡ് ദെയർ സിസ്റ്റംസ് ഉണ്ട്. ഇതാണെങ്കിലും കുഴപ്പമില്ല. ലേ ഔട്ട് ചോദിക്കുന്ന അനുസരിച്ച് വരയ്ക്കുക. ഇനി അപ്പൊ അതിന്റെ ഡിഫറെന്റ് കോമ്പണൻസ് പറയാം. ദർ ആർ വേരിയസ് കോമ്പണൻസ് ഓഫ് an airport which are structures. The planning and designing of these airport components are carried out by civil and structural engineers. Components: runway, taxiway, apron, terminal building, control tower, hangar, parking. അപ്പൊ ഇത്രയും എന്താണെന്ന് അതിന്റെ ഡെഫിനേഷനും കൂടെ എഴുതി പറയുക. എന്നിട്ട് അത് ലേ ഔട്ടിൽ മാർക്ക് ചെയ്യുക. അതാണ് ലേ ഔട്ടിന്റെ കംപ്ലീറ്റ് ആവത്തുള്ളൂ. ഇതൊരു എയർഫീൽഡ് കാണിച്ചിരിക്കുകയാണ്. ഇത് അപ്രോച്ച് ഏരിയ, ദെൻ ഇവിടെ ഇത് ടാക്സിവേ, ഹാങ്ങർ, ഹോൾഡിംഗ് ഏപ്രൺ. ഇവിടെ എല്ലാം ഹോൾഡിംഗ് ഏപ്രൺ അല്ലേ?
ഇതെല്ലാം ഇവിടെ കാണിച്ചിട്ടുണ്ട്. ഇത്ര എയർഫീൽഡ് ആണ്. അടുത്തത് വിൻഡ് കവറേജ്. എങ്ങനെയാ, മനസ്സിലാവുന്നുണ്ടോ? ഹലോ, കേൾക്കുന്നുണ്ടോ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്തോളൂ. ആരെങ്കിലും ഒന്ന് ഇത് ചെയ്തോ. വിചിത്ര ലെഫ്റ്റ് ചെയ്യണ്ട. ഞാൻ ക്വസ്റ്റ്യൻ ഒന്നും ചോദിക്കാൻ പോകുന്നില്ല. ജസ്റ്റ് ഇത് ചെയ്താൽ മതി. വേണ്ട, ആരും ലെഫ്റ്റ് ചെയ്യണ്ട. നിങ്ങൾ ചാറ്റ് ചെയ്താൽ മതി. അറിയാവുന്ന ആരെങ്കിലും ചാറ്റ് ചെയ്താൽ മതി. ഇത് പേടിച്ചോടി പോകേണ്ട കാര്യമൊന്നുമില്ല. ലെഫ്റ്റ് ചെയ്യേണ്ട കാര്യമില്ല. കുറച്ച് എയർപോർട്ടിന്റെ കോമ്പണൻസിന്റെ പേരൊന്ന് ആരെങ്കിലും ഒന്ന് ടൈപ്പ് ചെയ്തേ. ഒരു 2 or 3 വേഗത്തിൽ ടൈപ്പ് ചെയ്ത്. അറിയാവുന്ന ആരെങ്കിലും ടൈപ്പ് ചെയ്താൽ മതി. ഇത്രയും പറഞ്ഞത് നിങ്ങളിൽ എത്തിയോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാ. ഹറിയപ്പ്. അറിയാവുന്ന ആരെങ്കിലും എന്തൊക്കെയാണ് അതിന്റെ കോമ്പണൻസ് അതൊന്ന് ടൈപ്പ് ചെയ്യുക. റൺവേ, ഓക്കെ, കറക്റ്റ്. റൺവേ, ടാക്സിവേ, ഏപ്രൺ, കറക്റ്റ്. ടാക്സിവേ, വെരി ഗുഡ്. ഏപ്രൺ, ഓക്കെ. ഹോൾഡിംഗ് ഏപ്രൺ, റൺവേ, കൺട്രോൾ ടവർ, വെരി ഗുഡ്. ഓക്കെ. ഹാങ്ങർ, കൊള്ളാം. ഓക്കെ, അപ്പൊ ഞാൻ ഇനി അടുത്ത ഇതിലേക്ക് പോട്ടെ. അത് നമ്മളിങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നൊരു കാര്യമില്ലല്ലോ. നിങ്ങൾക്ക് അത് ക്ലിക്കായോ എന്ന് അറിയണ്ടേ? അതിന് വേണ്ടിയിട്ടാണ് ഈ ചോദിക്കുന്നത്. ഓക്കെ, അടുത്തത് വിൻഡ് കവറേജ്. അപ്പൊ നമ്മളിപ്പോ ഇതുവരെ പഠിച്ച എന്താണ്? ലേ ഔട്ട്, വിമാനത്തിന്റെ എയർപോർട്ടിന്റെ എയറോഡ്രോം എന്താന്ന് പഠിച്ചു, എയർപോർട്ട് എന്താന്ന് പഠിച്ചു, എയർപോർട്ടിനകത്തുള്ള ഡിഫറെന്റ് കോമ്പണൻസ്, അതിന്റെ ലേ ഔട്ട് പഠിച്ചു, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറെ ടെക്നിക്കൽ ടേംസ് പഠിച്ചു. ഇനി അടുത്തത് വിൻഡ് കവറേജ്. അപ്പൊ എയർപോർട്ട് ഡിസൈൻ ചെയ്യാനായിട്ട്, ഒരു എയർപോർട്ട് നമ്മൾ പുതിയതായിട്ട് ഒരു എയർപോർട്ട് ചെയ്യുമ്പോൾ, ഞാൻ പറഞ്ഞല്ലോ നേരത്തെ, മറ്റേ നമ്മുടെ എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ ഇതനുസരിച്ചിട്ട് എയർപോർട്ട് ക്ലാസിഫിക്കേഷൻ വരുന്നത് മെയിൻലി ഒരു 3 ടൈപ്പിലാണ്, 3 or 4 ടൈപ്പിൽ. അതിൽ വരുന്നത് ഇന്റർനാഷണൽ എയർപോർട്ടും ഡൊമസ്റ്റിക് എയർപോർട്ടും. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത്. ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡ് അനുസരിച്ചിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ആ എയർപോർട്ടിൽ ഉണ്ടായിരിക്കണം. എന്നാൽ മാത്രമേ അത് ആ ഒരു ഇന്റർനാഷണൽ അക്സെപ്റ്റൻസ് കിട്ടത്തുള്ളൂ. അതുപോലെ ഡൊമസ്റ്റിക്, ഇന്റർനാഷണൽ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ ഒരു കൺട്രിയിൽ നിന്ന് വേറൊരു കൺട്രിയിലേക്ക് ട്രാവൽ ചെയ്യുന്ന ഇതിനെയാണ് ഇന്റർനാഷണൽ എന്ന് പറയുന്നത്. അപ്പൊ നമ്മുടെ ഫോർ എക്സാമ്പിൾ എന്താണ്? നമ്മുടെ തിരുവനന്തപുരം എയർപോർട്ട് ഇന്റർനാഷണൽ എയർപോർട്ടാണ്. അതേപോലെ തന്നെ ഡൊമസ്റ്റിക് എയർപോർട്ടും ഉണ്ട്. ഡൊമസ്റ്റിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കോമൺ ആയിട്ടുള്ള നമ്മുടെ കൺട്രിയുടെ ഉള്ളിൽ ട്രാവൽ ചെയ്യാൻ ഉപയോഗിക്കുന്ന എയർപോർട്ടാണ്. അതും നമ്മുടെ തിരുവനന്തപുരം എയർപോർട്ടും ഡൊമസ്റ്റിക്കുമാണ്. രണ്ട് ഇതുണ്ട്, ടെർമിനൽസ് ആണ് നമുക്ക് ഇവിടെ ഉള്ളത്. ഒന്ന് ഇന്റർനാഷണൽ എയർപോർട്ടും ഉണ്ട്, ഡൊമസ്റ്റിക് എയർപോർട്ടും ഉണ്ട്. രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും കുറച്ച് ഡിസ്റ്റൻസിൽ മാറിയിരിക്കുകയാണ്. അപ്പൊ അവിടെ നമുക്ക് ഈ രാജ്യത്തിനകത്ത് സഞ്ചരിക്കണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? നമ്മൾ ഇന്റർനാഷണൽ വന്നാൽ പറ്റത്തില്ല. നേരെ നമ്മൾ ഡൊമസ്റ്റിക് ടെർമിനലിലേക്കാണ് പോകേണ്ടത്. അവിടെ നിന്ന് നമുക്ക് എന്താണ്, ഫോർ എക്സാമ്പിൾ കൊച്ചിയിലേക്ക്, നമുക്ക് ഇവിടെ തിരുവനന്തപുരത്ത് നിന്ന് കൊച്ചിയിലേക്ക് അരമണിക്കൂർ കൊണ്ട് ഫ്ലൈ ചെയ്യാം. അപ്പൊ നേരെ നമ്മൾ ഡൊമസ്റ്റിക് എയർപോർട്ടിൽ പോകണം. പിന്നെ അവിടെ നിന്ന് ഡൽഹിക്ക് പോകണോ, ബാംഗ്ലൂർക്ക് പോവാം. അപ്പൊ ഇങ്ങനെ നമ്മുടെ കൺട്രിയുടെ അകത്ത് തന്നെ സഞ്ചരിക്കുന്നതിനെയാണ് ഡൊമസ്റ്റിക് എയർപോർട്ട് എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഇവിടെ നിന്ന് തിരുവനന്തപുരത്ത് നിന്ന് മസ്കറ്റിലേക്ക് പോകണം, ഇല്ലെ ഇവിടെ നിന്ന് US പോകണം. അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യണം? നമ്മൾ ഇന്റർനാഷണൽ എയർപോർട്ടിൽ വരണം. അപ്പൊ അതാണ് വ്യത്യാസം. അപ്പൊ ഇതിനെല്ലാം ഓരോ സ്റ്റാൻഡേർഡ്സ് ഉണ്ട്. അപ്പൊ റൺവേയുടെ ഫെസിലിറ്റീസും കൂടും. റൺവേ ഡൊമസ്റ്റിക്കില് റൺവേയുടെ നീളം വെച്ചിട്ട് നമുക്ക് ഇന്റർനാഷണലിൽ പ്രവർത്തിക്കാൻ പറ്റത്തില്ല. അതുപോലെ റൺവേയുടെ തിക്നെസ്, അതിന്റെ ആ ഒരു ഹെവി ആയിട്ടുള്ള എയർബസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏറ്റവും വലിയ എയ്റോപ്ലെയിൻ ആണ് എയർബസ്. അപ്പൊ എയർബസ് പോലുള്ള അത് നമ്മുടെ റൺവേയിലൂടെ ഓടണമെന്നുണ്ടെങ്കിൽ അതനുസരിച്ച് റൺവേക്ക് അതിന്റെ കപ്പാസിറ്റി ഉണ്ടായിരിക്കണം. അതിന് ഈ ഇത്രയും നല്ല വെയിറ്റ് ആണ്. അപ്പോൾ അത് റിജിഡ് ആയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോം ആണ് അവിടെ കൊടുക്കേണ്ടത്. കോൺക്രീറ്റ് പോലുള്ള നല്ല റിജിഡ് ആയിട്ടുള്ള ഒരു പെർമനന്റ് കൊടുത്തു കഴിഞ്ഞാൽ മാത്രമേ എയർബസ് പോലുള്ളത് റൺവേയിലൂടെ ഓടി അവിടെ ഇറങ്ങാൻ പറ്റത്തുള്ളൂ. ലാൻഡിങ് ടേക്ക് ഓഫ് നടത്തണമെന്നുണ്ടെങ്കിൽ, അതുപോലെയുള്ള വലിയ എയ്റോപ്ലെയിനിനെ നമ്മളെ സ്വീകരിക്കണമെന്നുണ്ടെങ്കിൽ അതുപോലെയുള്ള സ്റ്റാൻഡേർഡ് ഉള്ള റൺവേ ഉണ്ടായിരിക്കണം. അതുപോലെ ഓടിയിട്ടാണ് അത് ചെയ്യുന്നത്. അല്ലെ, ഇത്രയും അതിന്റെ ആ ഒരു ഓടി വന്നിട്ടാണ് അത് ലിഫ്റ്റ് ചെയ്യുക. അപ്പൊ അതിനുള്ള എല്ലാ സ്റ്റാൻഡേർഡുകളും ഉണ്ടായിരിക്കണം. എന്നാൽ മാത്രമേ അത് റൺ ചെയ്യാനായിട്ടുള്ള പ്രവർത്തനാനുമതി കിട്ടത്തുള്ളൂ. അപ്പൊ ഓരോന്നിനും ഓരോ സ്റ്റാൻഡേർഡ് ഉണ്ട്. അതുപോലെ പുതിയൊരു എയർപോർട്ട് തുടങ്ങാനായിട്ട്, അത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇതിന് ഷുവർ ക്വസ്റ്റ്യൻ ആണത്. പുതിയ എയർപോർട്ട് തുടങ്ങാനുള്ള സൈറ്റ് സെലക്ഷന് വേണ്ടിയിട്ട് എന്തൊക്കെ ഫാക്ടേഴ്സ് ആണ് നമ്മൾ നോക്കേണ്ടത് എന്നുള്ളത്. ഡിഫറെന്റ് ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞിട്ട് അത് ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്.
അപ്പൊ അതുപോലെ അടുത്ത ടോപ്പിക് വിൻഡ് കവറേജ് ആണ്. വിൻഡ് കവറേജ്. അപ്പൊ ഇത് വിമാനം പൊങ്ങാനും താഴാനുമായിട്ട് വിൻഡിന്റെ ഒരു പ്രധാനപ്പെട്ട ഒരു ഫാക്ടറാണ്. വിൻഡ് എഗനിസ്റ്റ് ആണെങ്കിൽ നമ്മൾ ആ ഉദ്ദേശിച്ച ആ സ്ഥലത്ത് പൈലറ്റിന് വിമാനം ഇറക്കാൻ പറ്റത്തില്ല. അങ്ങനെ ഈയിടയ്ക്ക് ഒരു അപകടമൊക്കെ ഉണ്ടായല്ലോ അല്ലെ, കരിപ്പൂർ വിമാനത്താവളത്തിൽ നമ്മുടെ കോഴിക്കോട് ഒരു ടേബിൾ ടോപ്പ്, കണ്ണൂരിലെങ്ങാണ്ടെന്ന് തോന്നുന്നു, കണ്ണൂരിലെ കരിപ്പൂരില്ല, ടേബിൾ ടോപ്പ് എയർപോർട്ട് ആയിരുന്നു എന്ന് പറഞ്ഞിട്ട്, എയറോഡ്രോം ആയിരുന്നു അല്ല, അതായത് കുന്നിന്റെ മുകളിലുള്ള ഒരു എയർപോർട്ടായിരുന്നു. അപ്പൊ അത് ഉദ്ദേശിച്ച സ്ഥലത്ത് എത്താൻ അവിടെ നിർത്താൻ പറ്റാതെ അത് കുറച്ചുകൂടെ ഫ്രണ്ടിലോട്ട് പോയി അല്ലെ, പോയിട്ട് താഴെയാണ് അത് വീണത്. അപ്പൊ അതുപോലുള്ള അപകടങ്ങൾ സംഭവിക്കും. അതിന്റെ വിൻഡിന്റെ ക്രോസ് വിൻഡ് കമ്പോണൻസ് ഉണ്ടായിരുന്നു എന്നാണ് അത് പറയുന്നത്. അപ്പൊ അത് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ വിൻഡിന്റെ ഒരു വിൻഡ് ഇന്റൻസിറ്റി, വിൻഡിന്റെ ഡയറക്ഷൻ എങ്ങനെയാണ് എന്നുള്ളതനുസരിച്ച് വേണം നമ്മൾ റൺവേ ഓറിയന്റേഷൻ ചെയ്യേണ്ടത്. ഓറിയന്റേഷൻ ഓഫ് റൺവേ എന്ന് പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഏറ്റവും ഒരു കീ ഫാക്ടർ ആണ് അതിൽ ഓറിയന്റേഷൻ. കാറ്റിന്റെ ഗതി എങ്ങോട്ടാണെന്ന് നമ്മൾ വിൻഡ് റോസ് ഡയഗ്രാം ഉണ്ട്. ഒരു 5 വർഷത്തെയെങ്കിലും ഒരു ആ കാറ്റിന്റെ ആ ഒരു ഇന്റൻസിറ്റിയും അതിന്റെ സ്പീഡും ഡ്യൂറേഷനും ഒക്കെ എങ്ങനെയാണ് ആ പർട്ടിക്കുലർ സ്ഥലത്ത് വീശുന്നത് എന്നുള്ളതിനനുസരിച്ച് വേണം റൺവേ ഓറിയന്റ് ചെയ്യാൻ. അപ്പോൾ അതനുസരിച്ച് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ വളരെ ഡിഫിക്കൽട്ട് ആയിരിക്കും, അപകടങ്ങൾ വരാൻ ചാൻസ് ഉണ്ട്. സോ വിൻഡ് കവറേജ് ഓഫ് എയർപോർട്ട് ഈസ് ദ പെർസെന്റേജ് ഓഫ് ടൈം ഇൻ എ ഇയർ ഡ്യൂറിംഗ് വിച്ച് ദ ക്രോസ് component remains within the limit of runway system, is not restricted because of excessive crosswind. ICAO, International Civil Aviation Organization, recommends minimum wind coverage 95%. Calm period. This is the period for which the wind intensity remains below 6.4 km/h. Wind rose diagram. വിൻഡ് റോസ് ഡയഗ്രം എന്ന് പറഞ്ഞിട്ട് ഒരു ഡയഗ്രം ഉണ്ട്. അതെന്ന് പറയുന്നത് ഞാൻ പറഞ്ഞല്ലോ, പർട്ടിക്കുലർ ഏരിയയിലുള്ള കാറ്റിന്റെ ഇന്റൻസിറ്റി, ഡ്യൂറേഷൻ, സ്പീഡ്, ഇത്രയും കാര്യങ്ങൾ നമ്മൾ പഠിക്കുന്ന ഒരു ഡയഗ്രമാണ് വിൻഡ് റോസ് ഡയഗ്രം. ഇത് കേട്ടിരിക്കണം. വിൻഡ് റോസ് ഡയഗ്രം 2 ടൈപ്പിലുണ്ട്. ഫസ്റ്റ് ടൈപ്പ് 1 എന്ന് പറഞ്ഞാൽ ഡ്യൂറേഷൻ ആൻഡ് ഡയറക്ഷൻ ഓഫ് വിൻഡ് ആണ്. ഡ്യൂറേഷൻ, എത്ര സമയമാണ് വീശി അടിക്കുന്നത്. അതുപോലെ ഡയറക്ഷൻ മാർക്ക് ചെയ്യുന്നത് നമുക്കറിയാലോ, നമ്മുടെ നോർത്ത് സൗത്ത് ഈസ്റ്റ് വെസ്റ്റ് അല്ലെ. അപ്പൊ ഇതാണ്. അപ്പൊ ഇതിങ്ങനെ നോർത്താണ് നമ്മൾ കൊടുക്കുക, നോർത്ത്, ഇത് ഈസ്റ്റ്. അപ്പൊ ഇത് എവിടെയാണ്, ഇങ്ങോട്ടാണെങ്കിൽ എന്ത് ചെയ്യും, നോർത്ത് ഈസ്റ്റ് ഡയറക്ഷൻ എന്ന് പറയും. ഇവിടെയാണെങ്കിൽ എന്ത് ചെയ്യും, സൗത്ത് വെസ്റ്റ് ഡയറക്ഷൻ എന്ന് പറയും അല്ലെ. അപ്പൊ അങ്ങനത്തെ ഡയറക്ഷൻ പറയാനായിട്ട്. രണ്ടാമത്തെ ടൈപ്പ് എന്ന് പറയുന്നത് ഡ്യൂറേഷൻ, ഡയറക്ഷൻ ആൻഡ് ഇന്റൻസിറ്റി ഓഫ് വിൻഡ്. ഇന്റൻസിറ്റിയും കൂടെ പറയും. ഡ്യൂറേഷൻ, ഡയറക്ഷൻ, then intensity of വിൻഡും കൂടെ പറയും. A wind rose diagram is a tool. Wind rose diagram is a tool which graphically displays wind speed and wind direction at a particular location over a period of time. The diagram normally comprises of 8, 16, 32 radiating spokes which represent wind direction in terms of cardinal wind direction, north, east, south, west, and their intermediate directions. Meteorologists use wind rose diagram to summarize the distribution of wind speed and direction over a defined observation period. Data is taken from the weather station, which should be near as possible to your project site. 8, 16, 32 റേഡിയേറ്റിംഗ് സ്പോക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതാണ് നമ്മുടെ വിൻഡ് റോസ് ഡയഗ്രാം എന്ന് പറയുന്നത്. അപ്പൊ ഇതിനിപ്പം ഇതാണ് റേഡിയേറ്റിംഗ് ലൈൻസ് എന്ന് പറയുന്നത്. അപ്പൊ ഇതിനിപ്പോ എത്രയാണ്, 1, 2, 3, 4. സോ 4 into 4 എത്രയാണ്, 16 സ്ട്രോക്ക് ആയിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുകയാണ്. അപ്പൊ നമ്മൾ ഇതിനെ പറയുന്നത് എന്താണ്, ഈ നോർത്ത് സൗത്ത് നോർത്ത് ഈസ്റ്റ് ഡയറക്ഷൻ വെച്ചിട്ടാണ് പറയുന്നത്. ഇവിടെ കണ്ടോ, ഇവിടെയാണെങ്കിൽ നോർത്തിനും ഈസ്റ്റിനും ഇടയിലാണ് ഈ ഇത്രയും ഇപ്പം ഈ ഫസ്റ്റ് ക്വാഡ്രന്റിൽ പറയുന്നത്. അപ്പൊ ഇവിടെ 3 എണ്ണം ഉള്ളത് കൊണ്ട് എന്ത് ചെയ്യും, ഇവിടെ വരുമ്പോ എന്ത് ചെയ്യും, ഈസ്റ്റ് നോർത്ത് ഈസ്റ്റ് എന്ന് പറയും. ഇവിടെ നോർത്തിനോട് അടുത്ത സ്ഥലത്ത് എന്ത് പറയും, നോർത്ത് ഈസ്റ്റ്. മനസ്സിലായില്ലേ? ഇവിടെ വരുമ്പോൾ ഇതിന്റെ മിഡിലാണ് അല്ലെ, ഈ നോർത്ത്, ഈ സെഗ്മെന്റിന്റെ മിഡിലാണ്, ഈ ക്വാഡ്രന്റിന്റെ മിഡിൽ ആയതുകൊണ്ട് നോർത്ത് ഈസ്റ്റ് എന്ന് പറയും. ഇനി ഇതിന്റെ ഇടയിലായതുകൊണ്ട് എന്ത് ചെയ്യും, ഈസ്റ്റ് നോർത്ത് ഈസ്റ്റ് എന്ന് പറയും. അങ്ങനെയാണ് ഇതിന്റെ ഡിവിഷൻ വരുന്നത്. പിന്നെ ഇതാണ് ഈ വിൻഡ് റോസ് ഡയഗ്രത്തിന്റെ വിൻഡിന്റെ ഇന്റൻസിറ്റി എന്ന് പറയുന്നത്. വിൻഡ് റോസ് ഡയഗ്രം ടൈപ്പ് 1 ആണത്. അപ്പോൾ ടൈപ്പ് 1 the
This type of wind rose is illustrated in figure. The radial lines indicate the wind direction and each circle represents the duration of wind. അപ്പൊ ഇതിന് റേഡിയൽ ലൈൻസ് ഇങ്ങനെ പോകുന്ന ലൈൻസ് ആണ് റേഡിയൽ ലൈൻസ്. ഇതിനെയാണ് സ്റ്റോക്സ് എന്ന് പറയുന്നത്. ഇനി ഈ സർക്കിൾ എന്ന് പറഞ്ഞ എന്താണ്? ഇങ്ങനെ സർക്കിൾ ആയിട്ടും കൊടുത്തിട്ടുണ്ട്, സർക്കുലർ ലൈൻസും കൊടുത്തിട്ടുണ്ട്. അത് എന്താണ് റെപ്രസെന്റ് ചെയ്യുന്നത്? അക്കോർഡിംഗ് ടു വിൻഡ് റോസ് ഡയഗ്രാം, ഡ്യൂറേഷൻ ഓഫ് വിൻഡ്. The radial lines indicate the wind direction. Radial lines wind direction ആണ്. And each circle represent duration of wind. എത്ര സമയം വീശി അടിച്ചു, ഡ്യൂറേഷൻ ഓഫ് വിൻഡ് ആണ് ഈ സർക്കിൾസ് അതിന്റെ മീനിങ്. From the table, it is observed that the total percentage of time in a year during which the wind blows from the north direction is X percentage. This value is plotted along the north direction. Similarly, other values are plotted along the direction. All plotted points are taken joined by straight lines as shown in the figure. The best direction of runway is usually along the direction of the longest line on wind rose diagram. In figure, the best direction of runway is the along north-south direction. Appo idu direction radial lines le അനുസരിച്ച് അത് നോർത്ത് സൗത്തിലാണ് കൂടുതൽ. അപ്പോൾ ഇത് അനുസരിച്ചാണ് റൺവേ അലൈൻ ചെയ്യേണ്ടത്. അതാണ് ഈ വിൻഡ് റോസ് ഡയഗ്രത്തിന്റെ ഇമ്പോർട്ടൻസ്. സോ റൺവേ അലൈൻമെന്റിൽ വിൻഡ് റോസ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇത് നമ്മൾ അതിന്റെ വിൻഡ് റോസ് ഡയഗ്രം എന്താണെന്ന് ഒന്ന് കേട്ടിരിക്കണം, അത്രേ ഉള്ളൂ, കൂടുതലേക്ക് പോകണ്ട. അടുത്ത വളരെ ഇമ്പോർട്ടന്റ് ടോപ്പിക്കാണ് എയർപോർട്ട് സൈറ്റ് സെലക്ഷൻ. ഇത് വെരി വെരി ഇമ്പോർട്ടന്റ് ആണ്. എങ്ങനെയാണ് സൈറ്റ് സെലക്ട് ചെയ്യേണ്ടത്, വാട്ട് ആർ ദ ഫാക്ടേഴ്സ് എന്നൊക്കെയുള്ളത് ജസ്റ്റ് വായിച്ചു കഴിഞ്ഞാൽ മനസ്സിലാകുന്ന ഇത് തന്നെയാണ്. The sites, airport site selection. The selection of a suitable site for an airport depends upon the class of airport under consideration. The factors listed below are the selection of site for the major airports installation. The regional plan, airport use. എന്തിനാണ് ഉപയോഗിക്കുന്നത്, ആ പർട്ടിക്കുലർ എയർപോർട്ട് എന്തിനു വേണ്ടിയിട്ടാണ്? നമ്മുടെ നോർമൽ ലാൻഡിംഗ് ടേക്ക് ഓഫിന് വേണ്ടിയിട്ടാണോ അല്ല അഥവാ മിലിറ്ററി യൂസിനാണോ, എന്തൊക്കെയാണെന്നുള്ളത്. പ്രോക്സിമിറ്റി ടു അതർ എയർപോർട്ട്, മറ്റ് എയർപോർട്ടുകളുടെ സാമീപ്യം എങ്ങനെയാണ്? നമ്മളിപ്പോ എന്താണ് സെലക്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന സൈറ്റ്, പുതിയൊരു എയർപോർട്ട് ഉണ്ടാക്കാൻ പോവുകയാണല്ലോ, അപ്പൊ ആ എയർപോർട്ടിന്റെ സൈറ്റ് ആണ് നമ്മൾ സെലക്ട് ചെയ്യാൻ പോകുന്നത്. അതിന് മുമ്പ് ഇത്രയും ഫാക്ടേഴ്സ് നമ്മൾ കൺസിഡർ ചെയ്യണം. അതാണ് അതിന്റെ മീനിങ്. അപ്പോൾ തൊട്ടടുത്തുള്ള എയർപോർട്ട് എത്ര ദൂരത്തിലാണുള്ളത്, ആ എയർപോർട്ട് എന്ത് ടൈപ്പാണ്, ഇതെല്ലാം വെച്ചിട്ട് വേണം നമ്മൾ പുതിയത് ഉണ്ടാക്കാൻ. പ്രോക്സിമിറ്റി ടു അതർ എയർപോർട്ട്. ദെൻ ഗ്രൗണ്ട് ആക്സസിബിലിറ്റി, നമുക്ക് ഗ്രൗണ്ടിന്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്. ദെൻ ടോപ്പോഗ്രഫി, ലാൻഡിന്റെ ടോപ്പോഗ്രഫി എന്താണ്. ഒബ്സ്ട്രക്ഷൻസ്, സൈറ്റ് സെലക്ഷന് നമുക്കറിയാം വിമാനത്തിൽ എന്താണ് വേണ്ടത്, ക്ലിയർ ആയിട്ടുള്ള ഒരു വിസിബിലിറ്റി ഉണ്ടായിരിക്കണം അല്ലെ. എന്തെങ്കിലും ഒബ്സ്ട്രക്ഷൻസ് ഉണ്ടെങ്കിൽ നമുക്കത് എടുക്കാൻ പറ്റത്തില്ല, കാരണം അത് വിമാനത്തിന് വരാനും പോകാനും ബുദ്ധിമുട്ടായിരിക്കും. ഇപ്പം ഒരു ഹൈ റൈസ് ബിൽഡിംഗ് ഉണ്ടെങ്കിൽ ആ ബിൽഡിംഗ് നമ്മുടെ കറക്റ്റ് വിഷനെ മറക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ആ സ്ഥലം നമുക്ക് അത് എടുക്കാൻ പറ്റത്തില്ല. സോ ക്ലിയർ വിസിബിലിറ്റി ഉണ്ടായിരിക്കും. ഒബ്സ്ട്രക്ഷൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്കത് ബുദ്ധിമുട്ടാണ്. വിസിബിലിറ്റി നേരത്തെ പറഞ്ഞ പോലെ ക്ലിയർ വിസിബിൾ ആയിരിക്കണം. ആ ഏരിയ എന്ന് പറയുന്നത് ചിലപ്പോൾ മഞ്ഞ് മൂടി കിടക്കുന്നതായിരിക്കാം, ഇല്ലെങ്കിൽ എന്താണ് ഫോഗ്, ഇല്ലെ ഫാക്ടറീസ് എന്നുള്ള ഫാക്ടറീസ് ഒക്കെ നമ്മുടെ ആ സൈറ്റിന്റെ അടുത്തുണ്ടെങ്കിൽ പുക വരും, സ്മോക്ക് വരും അല്ലെ. അപ്പൊ സ്മോക്ക് ഉണ്ടെങ്കിൽ ഇതിങ്ങനെ നമുക്ക് ആകാശം കാണാൻ പറ്റത്തില്ല. വിമാനങ്ങൾക്ക് പൈലറ്റിന് എല്ലാം ക്ലിയർ ആയിട്ട് കാണണം. അപ്പൊ വിസിബിലിറ്റി അത് ഇതാണ്. വിൻഡ് ഇറ്റ്സ് എൻ ഇമ്പോർട്ടന്റ് ഫാക്ടർ അല്ലെ. വിൻഡിന്റെ എന്താണ് ഇന്റൻസിറ്റി, എന്താണ്, ഏത് ഡയറക്ഷനിലേക്കാണ് വീശുന്നത്, എത്ര ശക്തിയിലാണ് വീശുന്നത് എന്നൊക്കെയുള്ളത്. നോയിസ് ന്യൂസൻസ്, എന്തെങ്കിലും ശബ്ദം, ഫാക്ടറീസ് എന്നുള്ള റെഗുലർ ആയിട്ടുള്ള സൗണ്ടുകൾ ഉണ്ടെങ്കിൽ അത് അത് ബാധിക്കും അല്ലെ. നമുക്ക് എന്താണ് പ്രോപ്പർ ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷനെ അത് ബാധിക്കും. സോ ഗ്രേഡിംഗ്, ഡ്രെയിനേജ് ആൻഡ് സോയിൽ ക്യാരക്ടറിസ്റ്റിക്, നമ്മുടെ ലാൻഡിന്റെ എയർപോർട്ട് ലാൻഡിന്റെ ഗ്രേഡിങ് നോക്കണം. ഗ്രേഡിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടുത്തെ എന്താണ്, കോഴ്സ് സാൻഡ് ആണോ ഫൈൻ സാൻഡ് ആണോ, എന്താണ് സോയിലിന്റെ ആ ക്ലാസിഫിക്കേഷൻ, സോയിൽ എന്ത് ടൈപ്പ് ഓഫ് സോയിൽ ആണെന്ന് നോക്കണം. ഡ്രെയിനേജ് ഫെസിലിറ്റീസ്, അതിലൂടെ വെള്ളം മഴ പെയ്തു കഴിഞ്ഞാൽ അവിടെ വെള്ളം കെട്ടി നിൽക്കുമോ അതോ വെള്ളം ഒഴുകി പോകാനുള്ള സൗകര്യമുണ്ടോ എന്ന് നോക്കണം. ദെൻ സോയിൽ ക്യാരക്ടറിസ്റ്റിക്, സോയിലിന്റെ എന്താണ് സ്ട്രെങ്ത്, എങ്ങനെയാണ് അത്, എന്ത് ഫൗണ്ടേഷൻ ആയിരിക്കും കൊടുക്കേണ്ടി വരിക, അങ്ങനെയുള്ള ബിൽഡിംഗ് കൺസ്ട്രക്ട് ചെയ്യണം. ടെർമിനൽ ബിൽഡിംഗ്സ് ഒക്കെ ഉണ്ടല്ലോ, അതുപോലെ റൺവേ ഉണ്ട്. വെയിറ്റ് കൂടുതലുള്ള എയർ ബസ് ഒക്കെ ഇറങ്ങുമ്പോൾ അത് താണു പോകുമോ, റൺവേ താണു പോകുമോ എന്നൊക്കെയുള്ള കാര്യങ്ങൾ സോയിലിന്റെ ആ ക്യാരക്ടറിസ്റ്റിക് വളരെ ഇമ്പോർട്ടന്റ് ആണ്.
അപ്പൊ ഇത് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അത് സെലക്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇപ്പം ബ്ലാക്ക് കോട്ടൺ സോയിലൊക്കെ ഉണ്ട്, ക്ലേ പോലുള്ള കറുത്ത സോയിൽ ഒക്കെ ആണെങ്കിൽ അത് ഒരു നനഞ്ഞു കഴിയുമ്പോൾ ഒരു പ്ലാസ്റ്റിക് പോലെ ആക്ട് ചെയ്യും. അപ്പൊ അങ്ങനെയുള്ള ഇതൊന്നും പറ്റത്തില്ല എയർപോർട്ട് സെലക്ഷന് വേണ്ടിയിട്ട്. അതുപോലെ ഡ്രെയിനേജ് ഫെസിലിറ്റി ഇല്ലാന്നുണ്ടെങ്കിൽ, അത് വെള്ളം കെട്ടിക്കിടക്കുന്നതാണെങ്കിലും പറ്റത്തില്ല. വെള്ളം ഒരു മഴ പെയ്തു കഴിഞ്ഞാൽ, അല്ലെ ഒരു ഫ്ലഡ് ഉണ്ടായി കഴിഞ്ഞാൽ, നമ്മുടെ കരിപ്പൂർ നമ്മുടെ 2018 ഫ്ലഡില് കരിപ്പൂർ വിമാനത്താവളമൊക്കെ മുങ്ങിപ്പോയി അല്ലെ. അത് അവസാനം വിമാനത്തിന്റെ അവിടെ വരെ മുങ്ങുന്ന സ്ഥലം വന്നു. അതായത് അത് ചതുപ്പ് നിലമായിരുന്നു. അത് സൈറ്റ് സെലക്ഷൻ അവിടെ അവർക്ക് ഒരു എറർ പറ്റിയതാണ്. അത് ചതുപ്പ് നിലമായിരുന്നു. അത് ഫില്ല് ചെയ്തിട്ടാണ് അവർ ആ വിമാനം താവളം ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പൊ അത് വേറെ എപ്പോഴെങ്കിലും ഇതുപോലെ ഫ്ലഡ് ഇല്ലേ ഭയങ്കര റെയിനിന്റെ ഇന്റൻസിറ്റി ഒക്കെ കൂടുമ്പം എന്തായാണെങ്കിലും അവിടെ ഒരു ഡ്രെയിനേജ് പ്രോബ്ലം ഉണ്ടാകും. അപ്പം അത് ഭാവിയിൽ അത് അങ്ങനെ ഉണ്ടാകാതിരിക്കാനായിട്ട് എന്ത് ചെയ്യണം, ഡ്രെയിനേജ് ഫെസിലിറ്റി വളരെ ഇമ്പോർട്ടന്റ് ആണ്. ദെൻ ഫ്യൂച്ചർ ഡെവലപ്മെന്റിനും കൂടി ഒരു പോസിബിലിറ്റി ഉണ്ടായിരിക്കണം നമ്മൾ സൈറ്റ് സെലക്ട് ചെയ്യുമ്പോൾ. ഇപ്പൊ സപ്പോസ് നമ്മളിപ്പോ ഒരു ഡൊമസ്റ്റിക് ഈ എയർപോർട്ട് ആയിരിക്കാം നമ്മൾ കൺസ്ട്രക്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അതിന് ഭാവിയിൽ നമുക്ക് ഇന്റർനാഷണൽ എയർപോർട്ട് ലെവലിലേക്ക് ഉയർത്തിക്കൊണ്ടുവരാനുള്ള ഒരു ഒരു ഫ്യൂച്ചർ ഡെവലപ്പ് ചെയ്യാനുള്ള ഒരു പോസിബിലിറ്റിയും കൂടെ അവിടെ ഉണ്ടായിരിക്കണം. ഫോർ എക്സാമ്പിൾ നമ്മുടെ തിരുവനന്തപുരം എയർപോർട്ട്, അത് ആരംഭത്തിൽ അത് ഡൊമസ്റ്റിക് എയർപോർട്ടായിരുന്നു. ഡൊമസ്റ്റിക് എയർപോർട്ടിൽ നിന്നാണ് പിന്നെ ഇന്റർനാഷണലിലേക്ക് അത് കൺവേർട്ട് ചെയ്തതാണ്. ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡിലേക്ക് അത് വന്നതാണ്. അതെന്തുകൊണ്ട് അത് വരാൻ കാരണം, ആ ഡൊമസ്റ്റിക്കിൽ അന്ന് അവർ അത് ഇന്റർനാഷണൽ ആക്കാനുള്ള ഒരു സൗകര്യം ഉണ്ടായിരുന്നു. അതിൽ ഫ്യൂച്ചർ ഡെവലപ്മെന്റും കൂടി കണക്കിലെടുത്ത് റൺവേക്ക് നീളം കൂട്ടണം അല്ലെ. ഒരു ഇന്റർനാഷണൽ ലെവലിലൊക്കെ ആണെങ്കിൽ ഒരു ഏകദേശം ഒരു 4000-5000 മീറ്റർ റൺവേയുടെ നീളം വേണം. അപ്പൊ അതിന് സ്ഥലം ഉണ്ടായത് കൊണ്ടാണ് നമുക്കത് റൺവേയുടെ നീളം കൂട്ടാനും അത് ആ ഒരു സ്റ്റാൻഡേർഡിലേക്ക് ഉയർത്താനും പറ്റിയത്. അതുപോലെ ഫ്യൂച്ചർ ഡെവലപ്മെന്റിനും കൂടെയുള്ള ഒരു പോസിബിലിറ്റി എപ്പോഴും ഉണ്ടായിരിക്കണം. ദെൻ അവൈലബിലിറ്റി ഓഫ് യൂട്ടിലിറ്റീസ് ഫ്രം ടൗൺ. ഇപ്പൊ നമ്മുടെ നിയർ ബൈ ടൗണിൽ നിന്ന് നമുക്ക് അവിടെ ലോക്കലായിട്ട് നമുക്ക് കൺസ്ട്രക്ഷൻ മെറ്റീരിയൽസ് അവൈലബിൾ ആക്കാൻ കഴിയണം. അതുപോലെയുള്ള ഫെസിലിറ്റീസ് ഉണ്ടായിരിക്കണം. ദെൻ എക്കണോമിക് കൺസിഡറേഷൻ ഇത് ഒത്തിരി കോസ്റ്റ് കൂടാതെ ആ രീതിയിൽ ഒത്തിരി ഭയങ്കര ഒരു കൂടുതൽ ഡെവലപ്മെന്റ് ആവശ്യമുള്ള ഇതാണെങ്കിൽ അത് അങ്ങനെയുള്ള സ്ഥലങ്ങൾ ഒഴിവാക്കുക. നോർമൽ ആയിട്ടുള്ള ഒരു കൺസ്ട്രക്ഷൻ അവിടെ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ കൂടുതൽ ചെലവ് ഉണ്ടാവും. അപ്പൊ അങ്ങനെയുള്ള സ്ഥലങ്ങൾ ഉപേക്ഷിക്കുക. അപ്പൊ ഇത്രയാണ് ഇത് റീജിയണൽ പ്ലാന്. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ്. ഇത് വായിച്ചു നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. റീജിയണൽ പ്ലാൻ, ദ സൈറ്റ് സെലക്ടഡ് ഷുഡ് ബി ഫിറ്റ് വെൽ ഇൻ ടു ദ റീജിയണൽ പ്ലാൻ. ഇറ്റ് ഷുഡ് ഫോം ആൻ ഇന്റഗ്രൽ പാർട്ട് ഓഫ് ദ നാഷണൽ നെറ്റ്വർക്ക് ഓഫ് എയർപോർട്ട്. റീജിയണൽ പ്ലാനിങ്ങുമായിട്ട് ചേർന്ന് പോകുന്നതായിരിക്കണം. അല്ലാതെ അവിടുത്തെ അവർക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന രീതിയിലായിരിക്കരുത് അതിന്റെ ഇത്. എയർപോർട്ട് യൂസ് എന്തിനു വേണ്ടിയിട്ടാണുള്ളത് എന്നുള്ളത്, എയർപോർട്ട് വെദർ സിവിലിയൻ ഓർ മിലിറ്ററി ഓപ്പറേഷൻ, സിവിലിയൻ ആണോ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണോ അതോ മിലിറ്ററി ഓപ്പറേഷൻ ആണോ എന്നുള്ളതും കൂടി നമ്മൾ നോക്കണം. മിലിറ്ററി ഓപ്പറേഷൻ എന്ന് പറയുമ്പോൾ പ്രധാനപ്പെട്ട ഏരിയാസുമായിട്ട് നമുക്ക് മാച്ച് ചെയ്യാൻ പറ്റുന്നതാണ്. Therefore, the airport sites selected should be such that it provides natural protection to the area from air raids. So, airport site selection selected should be such that it provides natural protection to the area from air raids. Air raids എന്ന് പറഞ്ഞാൽ വ്യോമാക്രമണത്തിനെയാണ് എയർ റൈഡ്സ് എന്ന് പറയുന്നത്. അപ്പൊ ഇൻ കേസ് ഒരു യുദ്ധം ഉണ്ടാവുകയാണെങ്കിൽ ശത്രുക്കള് വന്ന് ആക്രമിക്കുമ്പോൾ ഒരു പ്രൊട്ടക്ഷൻ, നാച്ചുറൽ പ്രൊട്ടക്ഷൻ കിട്ടുന്ന രീതിയിൽ ആയിരിക്കണം അതിന്റെ ഒരു സെലക്ഷൻ ഫോർ മിലിറ്ററി ഓപ്പറേഷൻ ഒക്കെ ആണെങ്കിൽ. ദിസ് കൺസിഡറേഷൻ ഈസ് ഓഫ് പ്രൈം ഇമ്പോർട്ടൻസ് ഫോർ ദ എയർഫീൽഡ് ടു ബി ലൊക്കേറ്റഡ് ഇൻ combat zones. Important zones. If the site provides thick bushes, the planes can be stored inside unnoticed. Sometimes the topography is such that the planes can be hidden by the underground installation. അപ്പം ഈ മിലിറ്ററി ഓപ്പറേഷൻ ഒക്കെ ആണെങ്കിൽ എയർ റൈഡ്സിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് എന്ത് ചെയ്യണം, തിക്ക് ബുഷ്, ചെറിയ കുറ്റിക്കാടുകളൊക്കെ ഉണ്ടല്ലോ, അവിടെയൊക്കെ നമുക്ക് നമ്മുടെ ഈ എയർ റൈഡ്സും വ്യോമാക്രമണത്തിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് പ്ലെയിനൊക്കെ അവിടെ കൊണ്ടുപോയി ഒളിച്ചിടാൻ പറ്റും, സ്റ്റോർ ചെയ്തിടാൻ പറ്റും, പെട്ടെന്ന് ശത്രുക്കളുടെ കണ്ണിപ്പെടാതെ. അപ്പൊ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് മിലിറ്ററി ഓപ്പറേഷൻ, മിലിറ്ററി
എയർപോർട്ട് കൺസ്ട്രക്ട് ചെയ്യുമ്പോൾ നോക്കേണ്ടത്. ഒരു സേഫ്റ്റി ഫാക്ടേഴ്സും കൂടെ നോക്കണം. സംടൈം മേ ബി അവിടെ ഒരു ആക്രമണം ഉണ്ടായിക്കഴിഞ്ഞാൽ രക്ഷപ്പെടാനുള്ള സിറ്റുവേഷനും കൂടെ നോക്കി വെക്കുക. ടോപ്പോഗ്രഫി അതുപോലെ ക്യാൻ ബി ഹിഡൻ ബൈ ദ അണ്ടർഗ്രൗണ്ട് സിറ്റുവേഷൻ. Underground topography is such that the planes can be hidden by the underground installation. Underground നമ്മുടെ ഇപ്പം ടോപ്പോഗ്രഫി ഒക്കെ ആണെങ്കിൽ അതിന്റെ ഇതുപോലെ അണ്ടർഗ്രൗണ്ടിൽ ഒരു വ്യോമാക്രമണം ആയി കഴിഞ്ഞാൽ എല്ലാം തകർന്നു പോകാതിരിക്കാനായിട്ട് അണ്ടർഗ്രൗണ്ട് ഇൻസ്റ്റലേഷനും നോക്കാവുന്നതാണ്. Proximity to other airport. The site selected for airport should be considered distance from the existing airport. Minimum the distance ഉണ്ടായിരിക്കണം. എക്സിസ്റ്റിംഗ് ഇപ്പോൾ നിലവിലുള്ള എയർപോർട്ടും നമ്മൾ പുതിയതായിട്ട് വെക്കാൻ പോകുന്ന എയർപോർട്ടും തമ്മിൽ ഒരു കൺസിഡറബിൾ ഡിസ്റ്റൻസ് ഉണ്ടായിരിക്കണം. ഇല്ല മറ്റു തമ്മിൽ അഫക്റ്റഡ് ആകാനും പാടില്ല. അടുത്ത accessibility to ground. The site selected should be adjacent to main highway. The time required to reach an airport in a passenger car should normally not exceed half an hour. ഹാഫ് ആൻ അവർ കൊണ്ട് എത്തുന്ന രീതിയിലായിരിക്കണം ഗ്രൗണ്ടിലേക്ക്. നമ്മൾ വിമാനത്തിൽ നിന്ന് ഇറങ്ങി ഗ്രൗണ്ടിലേക്ക് പോയി കഴിയുമ്പോൾ ഒത്തിരി പോയിന്റ് വരരുത് എന്നുള്ളതാണ്. ടോപ്പോഗ്രഫി നോക്കുക, അത് വായിച്ചു നോക്കുക. ടോപ്പോഗ്രഫി. ദെൻ ഒബ്സ്ട്രക്ഷൻസ്, ഞാൻ പറഞ്ഞല്ലോ ഒബ്സ്ട്രക്ഷൻസ് പാടില്ല. ഇതുപോലെയുള്ള ഒബ്സ്ട്രക്ഷൻസ്, ഫെൻസസ്, ട്രീസ്, വലിയ ഹൈറൈറ്റ്സ് ബിൽഡിങ്, ഇതുപോലെയുള്ളത് നമ്മൾ നാച്ചുറൽ ഓർ മാൻമെയ്ഡ് ഒബ്ജക്റ്റുകൾ ഒബ്സ്ട്രക്ഷൻസിന് തടസ്സമാണ്. അപ്പൊ അത് അങ്ങനെയുള്ളത് ഫ്യൂച്ചർ ഗ്രോത്ത് നമ്മൾ ഉണ്ടാവാതിരിക്കാൻ നോക്കുക. വിസിബിലിറ്റി ഇറ്റ്സ് ഇമ്പോർട്ടൻറ്റ്. വിൻഡ് ഇമ്പോർട്ടൻറ്റ്. നോയ്സ്, ന്യൂസൻസ്, ഇതെല്ലാം ഞാൻ പറഞ്ഞതാണ്. ഗ്രേഡിങ്, ഡ്രെയിനേജ്, സോയിൽ ക്യാരക്ടറിസ്റ്റിക്. അതുപോലെ ഞാൻ പറഞ്ഞില്ല ബ്ലാക്ക് കോട്ടൺ സോയിൽ. അപ്പൊ അതാണെങ്കിൽ ഒരു പ്ലാസ്റ്റിക് വെൻ വെറ്റ്, അത് നനഞ്ഞു കഴിയുമ്പോൾ ഒരു പ്ലാസ്റ്റിക് രൂപത്തിലാണ് പ്രവർത്തിക്കുക. അപ്പൊ അത് ഒരു അൺഡിസൈറബിൾ ടൈപ്പാണ്. അപ്പം ആ സോയിൽ ടൈപ്പ് ചെയ്തതിന് ശേഷം മാത്രമേ സൈറ്റ് സെലക്ഷൻ ഒക്കെ ആവാൻ പാടുള്ളൂ. ദെൻ ഫ്യൂച്ചർ ഡെവലപ്മെന്റ് ഇട്ടേക്കണം. അവൈലബിലിറ്റി ഓഫ് യൂട്ടിലിറ്റി ഫ്രം ടൗൺ, പെട്ടെന്ന് നമുക്ക് വാട്ടർ സപ്ലൈ അതുപോലെയുള്ള കൺസ്ട്രക്ഷൻ മെറ്റീരിയൽ, ടെലിഫോൺ, ഇലക്ട്രിസിറ്റി ഇതെല്ലാം നമുക്ക് കിട്ടുന്ന രീതിയിൽ എക്കണോമിക് കൺസിഡറേഷൻസ് ഉണ്ടായിരിക്കണം. Cost estimate are to prepare, take the land cost, clearing the site, removal of hazards, എന്തെങ്കിലും അപകടകരമായ രീതിയിലുണ്ടെങ്കിൽ ഗ്രേഡിംഗ് ഓഫ് ലാൻഡ്, ഡ്രെയിനേജ്, പേവിംഗ്, ടർഫിംഗ്, ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ. ടർഫിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? പുൽത്തകടിയൊക്കെ വെച്ച് പിടിപ്പിക്കുക. ഒരു ആകെ മൊത്തം ഒരു ഡെവലപ്മെന്റ് വേണമല്ലോ, നല്ല ആർക്കിടെക്ചറൽ അപ്പിയറൻസും വേണം. സോ പേവിംഗ് വേണം, ടർഫിംഗ് വേണം, പുൽത്തകടിയൊക്കെ വെച്ച് പിടിപ്പിക്കണം, ആക്സസ് റോഡ്സ്, കാർ പാർക്കിംഗ്, ഇതെല്ലാം വേണം. അപ്പോൾ എക്കണോമിക് കൺസിഡറേഷൻസ് വേണം. നോൺ റെസിഡൻഷ്യൽ ഡെവലപ്മെന്റ് ഇവിടെ കൊടുത്തിരിക്കുകയാണ്. ഏരിയ റെക്കമെൻഡഡ് ഫോർ നോൺ റെസിഡൻഷ്യൽ ഡെവലപ്മെന്റ്. അപ്പൊ ഇതിങ്ങനെയാണ് റൺവേ എങ്കിൽ ഇവിടെ ഈ സൈഡിൽ ഹെവിലി പോപ്പുലേറ്റഡ് ഏരിയ ഉണ്ട്. നോ നോ ഡെവലപ്മെന്റ് ഇൻ ദിസ് ഫീൽഡ്. അപ്പൊ ഇവിടെ ഓൾറെഡി ഉണ്ട്, പക്ഷെ ഇവിടെ ഉണ്ടാകാതെ ഭാവിയിൽ നോക്കണം. ഇവിടെയും കൂടെ ഉണ്ടായിക്കഴിഞ്ഞാൽ എന്താണ്, നമ്മുടെ റൺവേയുടെ അത് ബാധിക്കും അല്ലെ. പ്രിവൈലിംഗ് വിൻഡ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ വീശിയടിക്കുന്ന കാറ്റ് ഈ ഡയറക്ഷനിലാണ്. സോ നമ്മൾ ലാൻഡിങ് ആൻഡ് ടേക്ക് ഓഫ് റൺവേ ഓറിയന്റേഷൻ ഇവിടാണ്. അപ്പൊ എന്ത് ചെയ്യണം, ഇത്രയും ഏരിയയിൽ കൂടുതൽ ഡെവലപ്മെന്റ് ഉണ്ടാകാതെ നോക്കണം. ഹൈറൈസ് ബിൽഡിംഗ് ഒന്നും പൊങ്ങാതെ, അതുപോലെ ഫാക്ടറീസോ വേറെ ഒന്നും വരാതെ നോക്കണം. എന്നാൽ മാത്രമേ നമുക്കത് ചെയ്യാൻ പറ്റൂ. ഓക്കെ, ഒരു 10 മിനിറ്റ് കൂടെ എടുത്തോട്ടെ. ഹലോ, 10 മിനിറ്റ് കൂടെ എടുക്കട്ടെ, അതോ ഇപ്പൊ സ്റ്റോപ്പ് ചെയ്യണോ? അപ്പൊ ഈ എയർപോർട്ട് എഞ്ചിനീയറിംഗ് അങ്ങ് തീരും. കണ്ടിന്യൂ ചെയ്യട്ടെ? എന്തോ? ഓക്കെ, ഓക്കെ. അപ്പൊ അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ കുറെ പോയിന്റ്സ്. അതൊന്ന് നന്നായിട്ട് വായിച്ചു നോക്കി, എന്നാൽ മാത്രമേ നിങ്ങൾക്ക് എഴുതാൻ പറ്റത്തുള്ളൂ. അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അടുത്ത സർവേസ് ഫോർ സൈറ്റ് സെലക്ഷൻ. അപ്പൊ സൈറ്റ് സെലക്ട് ചെയ്ത് ഇത്രയും ഫാക്ടേഴ്സ് കൺസിഡർ ചെയ്താൽ മാത്രം പോരാ, സർവേ നടത്തണം. ഏതൊക്കെ സർവേസ് ആണ് കണ്ടക്ട് ചെയ്യേണ്ടത്? സൈറ്റ് സെലക്ഷൻ, അതായത് എഞ്ചിനീയറിംഗ് സർവേസ് ആണ്. ട്രാഫിക് സർവേ നോക്കണം, ടു ഡിറ്റർമിൻ ദ എമൗണ്ട് ഓഫ് എയർ ട്രാഫിക് ഇൻക്ലൂഡിംഗ് ആന്റിസിപ്പേറ്റഡ് ട്രാഫിക് ഫോർ ഫ്യൂച്ചർ. അപ്പൊ ഇപ്പൊ വരാൻ പോകുന്നത് മാത്രമല്ല, ഭാവിയിൽ ഒരു 5 വർഷം കഴിയുമ്പോൾ എയർ ട്രാഫിക്കിന്റെ വോളിയം ഇല്ലേ, അതിന്റെ സ്പീഡ് എങ്ങനെയായിരിക്കും, എത്രത്തോളം വരും വോളിയം, ട്രാഫിക് വോളിയം എന്നുള്ളതൊന്നും കൂടെ നോക്കിയിട്ട് വേണം അത് സൈറ്റ് സെലക്ട് ചെയ്യാനായിട്ട്. ദെൻ മീറ്റീരിയോളജിക്കൽ സർവേ, direction, determine direction, duration and intensity of wind, rainfall, fog, temperature and barometric pressure.
ഇത്രയും കാര്യങ്ങളാണ് മീറ്റീരിയോളജിക്കൽ സർവേയിൽ വരുന്നത്. അതായത് വിൻഡിന്റെ ഡ്യൂറേഷൻ, ഡയറക്ഷൻ, എങ്ങനെ വീശിയടിക്കും, എത്ര സമയം അടിക്കും, ഏത് ഡയറക്ഷനിൽ അടിക്കും എന്നുള്ളതും, റെയിൻഫോൾ അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. മഴ എത്രത്തോളം പെയ്യും, ഇന്റൻസിറ്റി ഓഫ് റെയിൻഫോൾ എത്ര മില്ലിമീറ്റർ ആണ് എയർപോർട്ടിൽ പെയ്യുന്നത്, എയർപോർട്ട് ഉണ്ടായി കഴിഞ്ഞാൽ പെയ്യാൻ പോകുന്നത്, ഫോഗ് മഞ്ഞ് എത്ര നേരം നിൽക്കും, ഏത് സമയത്താണ് വരുന്നത്, ടെമ്പറേച്ചർ ആൻഡ് ബാരോമെട്രിക് പ്രഷേഴ്സ്, ഇത് എത്രയാണ് മീറ്റീരിയോളജിക്കൽ സർവേയിൽ വരേണ്ടത്. ടോപ്പോഗ്രാഫിക്കൽ സർവേ, ടോപ്പോഗ്രാഫിക്കൽ ഫീച്ചേഴ്സ് ഓഫ് സർവേ, ട്രീസ് ഉണ്ടോ, സ്ട്രീംസ് ഉണ്ടോ, അവിടെ ആ എയർപോർട്ടുമായിട്ട് ബന്ധപ്പെട്ട് ഏതെങ്കിലും നദിയോ എന്തെങ്കിലും സ്ട്രീമിന്റെ സാന്നിധ്യമുണ്ടോ എന്നുള്ളത്. അപ്പൊ അതുണ്ടെങ്കിൽ അതിന്റെ അലൈൻമെന്റ് മാറ്റി വിടണം. ഇല്ലെങ്കിൽ എന്താണ്, ഇതിലോട്ട് എയർപോർട്ടിലേക്കായിരിക്കും അതിന്റെ ഒഴുക്ക് വരുന്നത്, അല്ലെ. So contour surveying showing the natural features such as trees, streams, constructed objects, pole lines and buildings to prepare contour map is to be done. Then soil survey, it is important, that type of soil, groundwater table to be determined. ഗ്രൗണ്ട് വാട്ടർ ഒത്തിരി താഴെയാണോ, എത്ര ഡെപ്തിലാണ്, ഒത്തിരി താഴെയാണെങ്കിൽ അത് നമ്മളെ എഫക്ട് ചെയ്യും, അല്ല, വെള്ളക്കെട്ടുകളൊക്കെ ഉണ്ടാവും. സോ someone wants to join ചെയ്തോ? ഓക്കെ. Then soil survey, types of soil, drainage survey to determine the quantity of storm water for drainage. Storm water പറഞ്ഞാൽ പെട്ടെന്നൊരു മഴയുണ്ടായി, ആ മഴ എങ്ങോട്ട് വെള്ളം ഒഴുകി പോകുന്നു എന്നുള്ളത്, അഥവാ ഒഴുകി പോകുന്നില്ലെങ്കിൽ എന്ത് ചെയ്യണം, അങ്ങനെയുള്ള ഡ്രെയിനേജ് സർവേ ഇമ്പോർട്ടന്റ് ആണ്. This can be obtained from the rainfall intensity and contour map. Then to locate the possible outlets for drain water in the vicinity of the site. Outlet ഉണ്ടോ, വെള്ളം പെട്ടെന്ന് വന്നു കഴിഞ്ഞാൽ അത് ഒഴുകി പോകാനുള്ള സൗകര്യം ഉണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യണം, ഔട്ട്ലെറ്റ് ഓഫ് ഡ്രെയിൻ വാട്ടർ. Then to study the possibility of intercepting or diverting the natural streams of nallas flowing towards the site under consideration. അപ്പം ഏതെങ്കിലും നല്ലാസ് മീൻസ് റിവർ, നാച്ചുറൽ സ്ട്രീമിനെയാണ് നല്ലാസ് എന്ന് പറയുന്നത്. ചെറിയ റിവറോ അരുവികളോ എന്തെങ്കിലും ഒഴുകുന്നുണ്ടോ എന്നുള്ളതും നോക്കണം. അപ്പൊ അത്രയും എന്താണ്, സർവീസ് ഫോർ സെലക്ഷൻ സൈറ്റ് ആണ്, സൈറ്റ് സെലക്ഷൻ ആണ് ഉള്ളത്, അത് ഇമ്പോർട്ടന്റ് ആണ് എഞ്ചിനീയറിംഗ് സർവീസ്. ദെൻ മെറ്റീരിയൽ സർവേ, ടു അസർട്ടൻ ദ അവൈലബിലിറ്റി ഓഫ് സൂട്ടബിൾ കൺസ്ട്രക്ഷൻ മെറ്റീരിയൽസ് കിട്ടുന്നുണ്ടോ എന്നുള്ളത് കാര്യം നോക്കണം. അഥവാ ഒത്തിരി ട്രാൻസ്പോർട്ട് ചെയ്ത് കൊണ്ടുവരണോ എന്നുള്ളത്, അപ്പോൾ കൺവെയൻസ് ചാർജ് ഒക്കെ കൊടുക്കേണ്ടി വരും. സോ മെറ്റീരിയൽ അവൈലബിലിറ്റി നിയർ ബൈ ദ സൈഡ് നോക്കണം, റീസണബിൾ കോസ്റ്റിൽ കിട്ടുന്നുണ്ടോ, മോഡ് ഓഫ് ട്രാൻസ്പോർട്ടേഷൻ എന്താണെന്നുള്ളത് നോക്കണം. ദെൻ സോണിംഗ് ലോസ് എന്ന് പറയുന്നത് നമ്മുടെ ആ എയർപോർട്ട് പരിധിക്കുള്ളിൽ അത്ര ഒരു സോണായിട്ട് തിരിച്ചിട്ടുണ്ടാവും. അപ്പൊ ആ സോണിൽ പെർമിസിബിൾ ഹൈറ്റ് ഓഫ് സ്ട്രക്ചേഴ്സ് എത്ര വരെയാണെന്നുള്ളത് നോക്കണം എയർപോർട്ട്. അപ്പൊ ഒത്തിരി കൂടി കഴിഞ്ഞാൽ ഹൈ റൈസ് ബിൽഡിങ്സ് വന്നു കഴിഞ്ഞാൽ അതിന്റെ എയർപോർട്ട് വിസിബിലിറ്റിയെ തടയുന്നതാണ്, അത് ഡേഞ്ചറസ് ആണ്, വിമാനത്തിന് സുഖമായിട്ട് പോകാൻ പറ്റത്തില്ല. അപ്പം ആ ഹൈറ്റ് പെർമിറ്റഡ് ആണ് അവിടെ. ഇത്രയും ആ എക്കണോമിക് അല്ല, ഈ സോണിംഗ് ലോസ്, അതായത് ആ പർട്ടിക്കുലർ ലൊക്കാലിറ്റി ഒരു നിയമമുണ്ട് അവിടെ. അപ്പൊ അതിനകത്ത് വരുന്ന ആ ഹൈറ്റ് മാത്രമേ കൊടുക്കാൻ പാടുള്ളൂ. മാനുഫാക്ചേഴ്സ് അത് the use of land for manufacture of certain items which may result in smoke. അതുപോലെ ആ പർട്ടിക്കുലർ ഏരിയയിൽ സ്മോക്ക് ഉണ്ടാകുന്നത്, പുകയുണ്ടാകുന്ന ഒന്നും ഉണ്ടാക്കാൻ പാടില്ല. ഇപ്പൊ റബ്ബറൊക്കെ ആയിട്ട് കത്തിച്ചു കഴിഞ്ഞാൽ, അതുപോലെ ഈ ഫാക്ടറീസ് അതുപോലെയുള്ളതൊന്നും അത്രയും നിയർ ബൈ ഏരിയാസിൽ അതിനകത്ത് പാടില്ല. അതാണ് സോണിംഗ് ലോസ്. അടുത്തത്, അപ്പൊ ഇത്രയും ഫാക്ടേഴ്സ് ആണ് നമ്മൾ നോക്കേണ്ടത്. നേരത്തെ എന്തായിരുന്നു പറഞ്ഞത്, സൈറ്റ് സെലക്ഷൻ, അതിന്റെ എയർപോർട്ട് സൈറ്റ് സെലക്ഷൻ ഫാക്ടേഴ്സ് ആണ്. അതിന്റെ കൂടെയല്ല, അത് അടുത്തത് സർവേ ഫോർ സൈറ്റ് സെലക്ഷൻ. എന്തൊക്കെ സർവേ കണ്ടക്ട് ചെയ്യുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് എഴുതുക. മറ്റത് ഫാക്ടേഴ്സ് ആണ്, സൈറ്റ് സെലക്ഷന് വേണ്ടുന്ന ഫാക്ടേഴ്സ് എന്തൊക്കെ കൺസിഡർ ചെയ്യണം എന്നുള്ളത്. അടുത്തത്, ഇനി ഗുഡ് എയർഫീൽഡ് ലേഔട്ട് ഷുഡ് പൊസസ് ദ ഫോളോയിങ് ക്യാരക്ടറിസ്റ്റിക്. ഒരു ഗുഡ് എയർഫീൽഡ് എന്ന് പറഞ്ഞാൽ അറിയാലോ, എയർഫീൽഡിന് എന്തൊക്കെ ക്യാരക്ടറിസ്റ്റിക് വേണമെന്നുള്ളതാണ്. ലാൻഡിംഗ്, ടാക്സിങ് ആൻഡ് ടേക്കിംഗ് ഓഫ് ഇൻഡിപെൻഡന്റ് ഓപ്പറേഷൻ വിത്തൗട്ട് ഇന്റർഫിയറൻസ്. Shortest taxiway distance from loading apron to runway end. Safe runway length. Safe approaches. Excellent control tower visibility. Adequate loading apron space. Sufficient terminal building facilities. Sufficient land area to permit subsequent expansion. Lowest possible cost of construction. അത്രയും. അതിപ്പോ എയർഫീൽഡിന്റെ ക്യാരക്ടറിസ്റ്റിക് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു നല്ല ഒരു എയർഫീൽഡിന് എന്തൊക്കെ ഫീച്ചേഴ്സ് ആണ് വേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത്ര എഴുതുക. അടുത്ത, ഡേറ്റ റിക്വയർഡ് ഫോർ സൈറ്റ് സെലക്ഷൻ ഓഫ് എയർപോർട്ട്. നമ്മൾ എയർപോർട്ടിൽ സൈറ്റ് സെലക്ഷൻ ഉള്ള ഫാക്ടേഴ്സ് നമ്മൾ നോക്കി. ഇനി എന്തൊക്കെ ഡേറ്റാസ് ആണ് ആവശ്യമുള്ളത്, ഈ സൈറ്റ് സെലക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ കയ്യിൽ എന്തൊക്കെ ഡേറ്റാസ് വേണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് എഴുതുക. ഏതാണ്, മാക്സിമം അവർലി വോളിയം ഓഫ് എയർ ട്രാഫിക് ടു ബി ഹാൻഡിൽഡ്. എത്ര
വോളിയമാണ് നമ്മൾ കൈകാര്യം ചെയ്യാൻ പോകുന്നത്, എയർ ട്രാഫിക് വോളിയം കൈകാര്യം ചെയ്യാൻ പോകുന്നത്. ടു പ്രസന്റ് ആൻഡ് ഫ്യൂച്ചർ ടൈപ്പ് ഓഫ് എയർക്രാഫ്റ്റ് വിച്ച് മേ ബി യൂസ്ഡ് ദർ ക്യാരക്ടേഴ്സ് സച്ച് ആസ് സൈസ്, ടേണിംഗ് റേഡിയസ്, എൻസർക്ലിംഗ് റേഡിയസ്, വെയിറ്റ് ആൻഡ് വീൽ കോൺഫിഗറേഷൻ ഷുഡ് ബി സ്റ്റഡീഡ്. അപ്പോൾ ഇത്രയും വെച്ചിട്ടാണ് ഈ ഡേറ്റ, ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഡേറ്റയാണ്. ഈ ഡേറ്റ വെച്ചിട്ടാണ് നമ്മൾ എയർപോർട്ട് ഡിസൈൻ ചെയ്യാൻ പോകുന്നത്. റൺവേക്ക് എത്ര സൈസ് കൊടുക്കണം, എത്ര അതിന്റെ തിക്നെസ് കൊടുക്കണം, എന്ത് ടൈപ്പിലുള്ള എയർക്രാഫ്റ്റ് ആണ് അവിടെ ഇറങ്ങാൻ പോകുന്നത്. എയർബസ് പോലുള്ളതാണെങ്കിൽ അതുപോലുള്ള ഇമ്പോർട്ടൻസ് കൊടുക്കണം. ഫ്യൂച്ചറിൽ എത്ര വോളിയമാണ് നമ്മൾ കൈകാര്യം ചെയ്യാനുള്ളത്, ഈ ഓരോ എയർക്രാഫ്റ്റിനും ടേണിംഗ് റേഡിയസ് എത്ര വേണം, സൈസ് എത്ര വരും, വെയിറ്റ് എത്ര വരും, വീൽ കോൺഫിഗറേഷൻ എത്രയാണ്, അതൊക്കെയുള്ള ഉള്ള കാര്യങ്ങൾ വെച്ചിട്ടാണ് നമ്മൾ ഡിസൈന് ആവശ്യമുള്ള കാര്യങ്ങളാണ്. എയർപോർട്ട് ഡിസൈൻ അഥവാ അതിന്റെ സ്ട്രക്ചർ ഡിസൈൻ ചെയ്യാൻ ആവശ്യമുള്ള കാര്യങ്ങളാണ് ഈ പറയുന്നത്. Facilities to be provided for the passengers, baggage and cargo for landing, takeoff, servicing aircraft are also to be studied. എന്തൊക്കെ ഫെസിലിറ്റീസ് കൊടുക്കണം, ഏതൊക്കെ ടൈപ്പിലുള്ള പാസഞ്ചേഴ്സ് ആണ് വരുന്നത്, എന്ത് ടൈപ്പ് ഓഫ് എയർപോർട്ടാണ് ആദ്യം നമ്മൾ മനസ്സിലാക്കുക. അതിനുശേഷം സാധാരണ നോർമൽ ആണെങ്കിൽ അത് ചെയ്യുക, ബാഗേജ്, കാർഗോ, ലാൻഡിംഗ് കൊടുക്കുക. ദിസ് ഡിസൈഡ്സ് ദ ടൈപ്പ് ഓഫ് എയർപോർട്ട് ടു ബി ഡെവലപ്ഡ് അക്കോർഡിംഗ് ടു ദ ടൈപ്പ് ഓഫ്. അപ്പൊ ഇത്രയും ഡേറ്റാസ് ആണ് നമ്മുടെ കയ്യിൽ വേണ്ടത്. ഇതനുസരിച്ച് വേണം നമ്മൾ എയർപോർട്ട് ഡിസൈൻ ചെയ്യേണ്ടത്. ഓക്കെ, അടുത്ത അഡ്വാൻറ്റേജസ് ഓഫ് എയർ ട്രാൻസ്പോർട്ടേഷൻ. തീരാറായി. അഡ്വാൻറ്റേജസ് ചോദിക്കാറുണ്ട്. ഡിഫറെന്റ് മോഡ്സുമായിട്ട് നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ ഏതൊക്കെ ഡിഫറെന്റ് മോഡ്സ് ആണുള്ളത്? എയർവേസ് ഉണ്ട്, അല്ല മറ്റേ ലാൻഡ് വേസ് ഉണ്ട്, അല്ലെ? ലാൻഡ് വേസ്, ഹൈവേസ്, റെയിൽവേസ് ഉണ്ട്, ദെൻ വാട്ടർ ട്രാൻസ്പോർട്ടേഷൻ ഉണ്ട്. അപ്പൊ അതുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഡിഫറെന്റ് മോഡ്സ് ഓഫ് ട്രാൻസ്പോർട്ടേഷൻ, ഇതിൽ എയർ ട്രാൻസ്പോർട്ടേഷൻ ഉള്ള അഡ്വാൻറ്റേജ് എന്താണ്, ലിമിറ്റേഷൻ എന്താണ്? അതൊരു വേണമെങ്കിൽ ചോദിക്കാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, ചോദിച്ചു കണ്ടിട്ടുണ്ട്. അത് വേണമെങ്കിൽ ചോദിക്കാം. എന്താണ് സ്പീഡ്? അത് അഡ്വാൻറ്റേജ് ആണ്, അല്ലെ? പെട്ടെന്ന് അങ്ങ് എത്തും. ദെൻ കണ്ടിന്യൂസ് ജേർണി ആണ്. ആക്സസിബിലിറ്റി ഉണ്ട്. സാധാരണ ട്രെയിനിനൊന്നും എത്താൻ പറ്റാത്ത സ്ഥലത്തുള്ള ആകാശത്തിലൂടെ ആയതുകൊണ്ട് അതിന്റെ ഒരു എന്താണ് ഹിൻഡ്രൻസ് ഒക്കെ കുറവായിരിക്കും. സോ എയർ ട്രാൻസ്പോർട്ട് മെയിൻറ്റെയിൻസ് ദ ഹയസ്റ്റ് സ്പീഡാണ്, ഏറ്റവും വേഗത്തിൽ എത്തുന്ന സംഭവമാണ് എയർ ട്രാൻസ്പോർട്ടേഷൻ, എയർ മോഡ് എന്ന് പറയുന്നത്. ഡിസൈൻസ് ആർ നൗ ഫൈനലൈസ്ഡ് ഫോർ സൂപ്പർസോണിക് ജെറ്റ് വിച്ച് ട്രാവൽ ഫാസ്റ്റർ ദാൻ സൗണ്ട്. സൗണ്ടിനേക്കാൾ ഫാസ്റ്റർ ആയിട്ട് ട്രാവൽ ചെയ്യുന്നതാണ് സൂപ്പർസോണിക് സെറ്റ്. സൂപ്പർസോണിക് ജെറ്റിന്റെ പ്രത്യേകത എന്താണ്? ജെറ്റ് പോയി കഴിഞ്ഞ് ഏതാനും സമയം കഴിഞ്ഞിട്ടാണ് നമ്മൾ സൗണ്ട് കേൾക്കുക. അത്ര സ്പീഡിലാണ് അത് പോവുക. അപ്പൊ ആ സ്പീഡ് അത് വളരെ അഡ്വാൻറ്റേജ് ആണ്. കണ്ടിന്യൂസ് ജേർണിയാണ്. നമുക്ക് ഇപ്പോൾ അമേരിക്കയിലേക്ക് പോകണമെങ്കിലും കണ്ടിന്യൂസ് ആയിട്ട് തന്നെ പോവാം, ഇത്ര മണിക്കൂർ ഇരിക്കണമെന്നേ ഉള്ളൂ. എയർ ട്രാൻസ്പോർട്ട് മോഡ് ഈസ് കണ്ടിന്യൂസ് ഓവർ ലാൻഡ് ആൻഡ് വാട്ടർ വിത്തൗട്ട് എനി ലോസ് ഓഫ് ടൈം, അൺലൈക്ക് അതർ മോഡ്സ് ഓഫ് ട്രാൻസ്പോർട്ടേഷൻ. Accessibility. Air transport has the unique ability to open up any region that is in the accessible by means of transportation. Then limitations ഉണ്ട്. ഓപ്പറേറ്റിംഗ് കോസ്റ്റ് എക്സ്പെൻസ് ആണ്, ഒത്തിരി ചാർജ് കൂടുതലാണ്. അതുപോലെ കപ്പാസിറ്റി, നമുക്ക് നമ്മൾ ഉദ്ദേശിക്കുന്ന കാർഗോ ഒന്നും കൊണ്ടുപോകാൻ പറ്റത്തില്ല, ലിമിറ്റഡ് ആണ്. കാരണം എന്താണ്, ഇത് വെയിറ്റിന് എഗനിസ്റ്റ് ആയിട്ടാണ് പോകുന്നത്, അല്ലെ? അപ്പൊ ഓരോ യാത്രക്കാരനും ഇത്ര കിലോഗ്രാമിൽ കൂടുതൽ ബാഗേജ് പാടില്ല എന്ന് നിയമമുണ്ട്. അതിൽ കൂടുതലുണ്ടെങ്കിൽ നമുക്ക് അവർ കയറ്റത്തില്ല, അത് കൊണ്ടുപോകാനും പറ്റത്തില്ല. സോ കപ്പാസിറ്റി അവിടെ കുറവാണ്. ദെൻ വെതർ കണ്ടീഷൻസ് അറിയാലോ, വിൻഡ്, റെയിൻ പോലുള്ള, അതുപോലെ തണ്ടർ, ലൈറ്റ്നിങ്, ഇടിമിന്നലൊക്കെ ഉണ്ടെങ്കിൽ അത് അഡ്വേഴ്സ് ഇഫക്റ്റ് ഉണ്ടാക്കും. ദെൻ മൂടൽമഞ്ഞ് ഒരു ഭയങ്കര ഒരു ഇതാണ്, ഫോഗി ആയിട്ടുള്ള വെതർ എഗനിസ്റ്റ് ആണ് ഇതിന്, അല്ലെ? ലിമിറ്റേഷൻ ആണ് ഇതിന്റെ. ദെൻ ഫ്ലൈറ്റ് റൂൾസ്, ചില ഫ്ലൈറ്റ് റൂൾസ് ഉണ്ട്, അതുപോലെ അതെല്ലാം ലിമിറ്റേഷൻസിന്റെ കൂട്ടത്തിൽ വരും. ഇതൊക്കെ ഒന്ന് വായിച്ചു നോക്കാം. ഓക്കെ, ദെൻ ക്ലാസിഫിക്കേഷൻ, ഫൈനൽ ടോപ്പിക് ആണ്. ക്ലാസിഫിക്കേഷൻ എന്ന് പറയുമ്പോൾ ആസ് പെർ ദ എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യ, AAI, ഇന്റർനാഷണൽ എയർപോർട്ട്. ദെൻ കസ്റ്റം എയർപോർട്ട് ഉണ്ട്. കസ്റ്റം എയർപോർട്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ തന്നെ നമ്മുടെ ഇഷ്ടത്തിന് നമ്മൾ എന്താണ് ചില സ്ഥലത്ത് ഉണ്ട്. ദ എയർപോർട്ട് ഹാവ് കസ്റ്റം ആൻഡ് ഇമിഗ്രേഷൻ ഫെസിലിറ്റീസ് ഫോർ ലിമിറ്റഡ് ഇന്റർനാഷണൽ കസ്റ്റം ആൻഡ് ഇമിഗ്രേഷൻ ഫെസിലിറ്റീസ്. കസ്റ്റം ആൻഡ് limited international operation by national carriers and foreign tourist cargo charter flight. These include Gaya, Patna, Madurai. കസ്റ്റംസിന് വേണ്ടിയിട്ടുള്ളത്, കസ്റ്റംസ് ആൻഡ് ഇമിഗ്രേഷൻ ഫെസിലിറ്റീസിന് വേണ്ടി മാത്രം ഇത് ഉള്ള എയർപോർട്ടാണ്. അവിടെ കസ്റ്റം ഗുഡ്സിന്റെ ഇത് കാര്യങ്ങൾ. ദെൻ ഡൊമസ്റ്റിക് എയർപോർട്ട്, ദെൻ സിവിൽ എൻക്ലേവ്സ് ഇൻ ഡിഫൻസ് എയർപോർട്ട്. ഇത്രയാണ് 4 ഡിവിഷൻസ്. അതൊന്ന് വായിച്ചു നോക്കുക. The expected question എന്ന് പറഞ്ഞാൽ sketch the layout of an airport, mark all the components. Very important. What are the factors to be considered for the site selection? ഇത് അതിലും ഇമ്പോർട്ടന്റ്. ഇതിന് ചോദിക്കാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ.
What are the advantages of air transport? Distinguish between runway, taxiway, and apron. What are the surveys to be performed for the selection of a site of an airport? Surveys ആണ് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ ശ്രദ്ധിച്ചോണം, ഇവിടെ വാട്ട് ആർ ദ ഫാക്ടേഴ്സ് ടു ബി കൺസിഡേർഡ് ആണ്. ഇതിൽ മാറിപ്പോരുത്. ഇവിടെ സർവേ എന്തൊക്കെയാണ് നടത്തേണ്ടതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. Then distinguish between aerodrome and airport. എയർപോർട്ടിനകത്ത് വരുന്നതാണ് എയറോഡ്രോം അല്ലെ. ഏപ്രൺ ആൻഡ് ഹോൾഡിംഗ് ഏപ്രൺ. വാട്ട് ആർ ദ ഡേറ്റ ടു ബി കളക്ടഡ് ടു ഫോർ സൈറ്റ് സെലക്ഷൻ ഓഫ് ആൻ എയർപോർട്ട്. അപ്പൊ ഇത്രയാണ് എയർപോർട്ടിനകത്ത്, എയർപോർട്ട് എഞ്ചിനീയറിംഗിനകത്ത് വരുന്നത്.